അപ്പം നമുക്കിന്ന് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഇത് ഇത്രയിൽ നിങ്ങളിത് പഠിക്കേണ്ടതാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുമല്ല കേരള പി എസ് സിയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ ഭയങ്കരമായിട്ട് വെയിറ്റേജ് ഉള്ളൊരു ഏരിയ ആണ്. മെഡിസിനിൽ പോലും ഫസ്റ്റ് ആ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്ന ആ സെക്ഷൻ മൊത്തം കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാം. രണ്ട് ലൈൻ ഓർത്തിരിക്കുക. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഇപ്പം ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാമിന്റെ കീഴിലാണ്. പിന്നെ PMJY പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ഈ രണ്ടെണ്ണവും ആയുഷ്മാൻ ഭാരതിന്റെ കീഴിലാണ്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ആണ് കിട്ടുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ ഉണ്ടാവും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നൽകുന്നത്. സെക്കൻഡറി ആൻഡ് ടെർഷറി കെയറിന് വേണ്ടിയുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നൽകുന്നത്. എത്ര ഇൻഷുറൻസ് നൽകും? 5 lakhs പെർ ഫാമിലി പെർ ഇയർ. ഒരു ഫാമിലിക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ, അതാണ് ഇൻഷുറൻസ് എമൗണ്ട്. 5 lakhs പെർ ഫാമിലി പെർ ഇയർ. എലിജിബിലിറ്റി എപ്പോഴും സോഷ്യോ ഇക്കോണമിക് കാസ്റ്റ് സെൻസസ് വെച്ചാണ് നമ്മൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ചില പ്രൈവറ്റ് സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലും PMJY പദ്ധതി ഉണ്ട്. അതുപോലെ നമുക്ക് കൺട്രിയിൽ എവിടെ വേണേലും ആ കാർഡ് യൂസ് ചെയ്ത് ചികിത്സ തേടാവുന്നതാണ്. ഇനി പോളിയോയിൽ നമ്മൾ വൈൽഡ് പോളിയോ 2 and 3 ഇറാഡിക്കേറ്റ് ചെയ്തു. ഇപ്പം നിലനിൽക്കുന്നത് വൈൽഡ് പോളിയോ 1 ആണ്. ഇപ്പം എല്ലാ കേസ് ഉണ്ടാവുന്നതും വൈൽഡ് പോളിയോ 1 മുഖേനയാണ് ഉണ്ടാവുന്നത്. പോളിയോ എൻഡമിക് കൺട്രീസ് 2 കൺട്രീസ് ആണ്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഇന്ത്യ പോളിയോ ഫ്രീ ആണ്. മാർച്ച് 24, 2014 ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പോളിയോ ഫ്രീ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഇന്ത്യ പോളിയോ ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ, എന്തൊക്കെ അടിസ്ഥാനമാക്കിയാണ്? നമ്പർ ഓഫ് കേസസ് സിൻസ് 3 years ഈസ് 0. 3 വർഷമായിട്ട് ഒരു കൺട്രിയിൽ കേസസ് 0 ആണെങ്കിൽ നമുക്ക് അവർ പോളിയോ ഫ്രീ ആണെന്ന് പറയാം. നോ ഐസൊലേഷൻ ഓഫ് വൈൽഡ് പോളിയോ വാക്സിൻ 1 ഫ്രം സ്റ്റൂൾസ് ആൻഡ് സീവേജ്. സ്റ്റൂളിൽ സീവേജിൽ വൈൽഡ് പോളിയോ വാക്സിൻ 1 ഐസൊലേറ്റ് ചെയ്തെടുക്കാതിരിക്കുന്ന കൺട്രീസ് ഇത് രണ്ടുമാണ് പോളിയോ ഫ്രീ ക്രൈറ്റീരിയ. ഇനി അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ്, ഇത് പ്രീവിയസ് ഇയർ കേരള PSC ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ്? പോളിയോ മാത്രമല്ല അതിന്റെ കോസസ്. പോളിയോ, വാക്സിൻ അസോസിയേറ്റഡ് പാരലൈറ്റിക് പോളിയോ, ഗില്ലിൻ ബാരി സിൻഡ്രോം, ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, ട്രോമാറ്റിക് ന്യൂറൈറ്റിസ്, ഇതൊക്കെ കൊണ്ടും അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് വരാം. ഇനി അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ഏത് സാമ്പിളാണ് കളക്ട് ചെയ്യുന്നത്? സ്റ്റൂൾ സാമ്പിളാണ് കളക്ട് ചെയ്യുന്നത്. ആരെയാണ് മെയിനായിട്ട് നമ്മൾ ഈ സർവൈലൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ലെസ് ദാൻ 15 years ടു റൂൾ ഔട്ട് പോളിയോ. ആൻഡ് 2 സ്റ്റൂൾ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യും. അതും ഐഡിയലി വിത്തിൻ 2 weeks. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് 2 weeksനുള്ളിൽ തന്നെ സ്റ്റൂൾ സാമ്പിൾസ് കളക്ട് ചെയ്യണം. അപ് ടു 2 months വരെ നമുക്ക് അവരുടെ സ്റ്റൂൾ സാമ്പിൾസ് കളക്ട് ചെയ്യാം. അപ്പം സ്റ്റൂൾ സാമ്പിൾസ് ആണ് കളക്ട് ചെയ്യുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളിലെയാണ് നമ്മൾ സർവൈലൻസിന് എടുക്കുന്നത്. 2 സ്റ്റൂൾ സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യും. ദാറ്റ് ടു വിത്തിൻ 2 weeks ആൻഡ് അപ് ടു 2 months. റൂൾ ഓഫ് 2 എന്ന് ആലോചിക്കുക. 2 സ്റ്റൂൾ സാമ്പിൾസ് 2 weeks അപ് ടു 2 months. ട്രാൻസ്പോർട്ട്, നമ്മൾ ആ സ്റ്റൂൾ സാമ്പിൾ എത്ര ഡിഗ്രിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? 2 to 8 degree സെൻറ്റിഗ്രേഡിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ലാബ് അവർ ഈ സ്റ്റൂൾ സാമ്പിൾ 72 മണിക്കൂറിനുള്ളിൽ ലാബിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് റിവേഴ്സ് കോൾഡ് ചെയിൻ എന്നാണ് പറയുന്നത്. കാരണം വാക്സിന് വേണ്ടിയാണ് നമ്മൾ കോൾഡ് ചെയിൻ യൂസ് ചെയ്യുന്നത്. അത് ആദ്യം നമ്മൾ 2 to 8 degree സെൻറ്റിഗ്രേഡിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ വെച്ച് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തിരിച്ചാണ്. നമ്മൾ സ്റ്റൂൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ 2 to 8 degree സെൻറ്റിഗ്രേഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സ് കോൾ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് സർവൈലൻസ്? 2 കാര്യങ്ങൾ, നോൺ പോളിയോ AFP റേറ്റും ആഡിക്വേറ്റ് സാമ്പിളും. അതിൽ നോൺ പോളിയോ AFP റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് ദ AFP സർവൈലൻസ്. ദെൻ ദ ഡിഫക്റ്റ് ഈസ് എന്ന് വെച്ചാൽ നോൺ പോളിയോ AFP റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 cases per 1 lakh population in 1 year. അപ്പം നമ്മൾ 2 കൂടുതൽ കേസസ്, 1 ലക്ഷം പോപ്പുലേഷനിൽ 2 കൂടുതൽ കേസസ് ഡിറ്റക്ട് ചെയ്യണം. അതാണ് നോൺ പോളിയോ AFP റേറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് AFP സർവൈലൻസ്. നോൺ പോളിയോ AFP റേറ്റ്. ഓക്കെ. ഇനി ആഡിക്വേറ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 8 gram per sample collected within 2 weeks at least
ഇൻ 80% ഓഫ് ദ കേസസ്. അപ്പം ഇപ്പം എത്ര കേസസ് റിപ്പോർട്ട് ചെയ്തോ അതിൻ്റെ ഒരു 80% ഓഫ് കേസസിലേലും 2 വീക്സിനുള്ളിൽ നമ്മൾ 8 ഗ്രാം ഓഫ് സാമ്പിൾ കളക്ട് ചെയ്തിരിക്കണം. അതാണ് ആഡിക്വേറ്റ് സാമ്പിൾ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ക്വാളിറ്റി ഓഫ് സാമ്പിൾ കളക്ഷൻ. അപ്പോൾ 2 കാര്യങ്ങളാണ്. വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് AFP സർവൈലൻസ്? നോൺ പോളിയോ AFP rate, which is the determination of greater than or equal to 2 cases per 1 lakh population per 1 year, and it indicate the operational efficiency. Adequate sample എന്ന് പറഞ്ഞാൽ 8 gram of sample should be collected within 2 weeks at least in 80% of the cases. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. 8 gram 2 weeks 80% of the cases. Non polio AFP surveillance rate greater than or equal to 2 cases in 1 lakh population per year. ഇതൊക്കെ കേരള PSCയിൽ ഇവർ വലിയ സെൻറ്റൻസസ് ആയിട്ട് തന്നെ ചോദിച്ചതാണേ. Then non-polio AFP surveillance indicates the operational efficiency, and adequate stool sample collection indicate the quality of the sample collection. ഇനി നാഷണൽ ലെപ്രസി എലിമിനേഷൻ പ്രോഗ്രാം, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് റീസെൻ്റ് അപ്ഡേറ്റ് ആണ്. നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാമും നാഷണൽ ലെപ്രസി എലിമിനേഷൻ പ്രോഗ്രാമും. ഓക്കെ, സോ നാഷണൽ ലെപ്രസി എലിമിനേഷൻ പ്രോഗ്രാം ഇപ്പം ലെപ്രസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോസി ബാസിലറി, മൾട്ടി ബാസിലറി, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ലീഷൻ, നമ്പർ ഓഫ് നെർവ് ഇൻവോൾവ് ആൻഡ് സ്മിയർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വെച്ചിട്ട്. അതിൽ പോസി ബാസിലറി എന്ന് പറഞ്ഞാൽ അപ് ടു 5 സ്കിൻ ലീഷൻസ് ആൻഡ് നോ നെർവ് ഇൻവോൾവ് ആണെങ്കിൽ അത് പോസി ബാസിലറി ആണ്. സ്മിയർ വിൽ ബി നെഗറ്റീവ്. മൾട്ടി ബാസിലറി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 സ്കിൻ ലീഷൻസ് ആൻഡ് എനി 1 നെർവ് ഇൻവോൾവ് ആൻഡ് സ്മിയർ പോസിറ്റീവ് ആണ്. അത് മൾട്ടി ബാസിലറി എന്ന് പറയുന്നുണ്ട്. ഇപ്പം പോസി ബാസിലറിക്ക് മൾട്ടി ബാസിലറിക്ക് സെയിം ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഡ്യൂറേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. പോസി ബാസിലറിക്ക് നമ്മൾ 6 months ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. മൾട്ടി ബാസിലറിക്ക് നമ്മൾ 12 months ട്രീറ്റ്മെൻറ്റേ കൊടുക്കത്തുള്ളൂ. ദെൻ വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്? റിഫാംപിസിൻ ഡേ 1 നമ്മൾ റിഫാംപിസിൻ 600 mg, ക്ലോവാസമിൻ 300 mg, ഡാപ്സോൺ 100 mg. പിന്നെ ഡേ 2 to ഡേ 28 ക്ലോവാസമിൻ 50 mg ആൻഡ് ഡാപ്സോൺ 100 mg. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. സോ ഡേ 1 റിഫാംപിസിൻ 600 mg, ക്ലോവാസമിൻ 300 mg, ഡാപ്സോൺ 100 mg. ഡേ 2 to 28 ക്ലോവാസമിൻ 50 mg, ഡാപ്സോൺ 100 mg. ഓക്കെ, RCD CD. ഓക്കെ, ദെൻ കീമോ പ്രൊഫൈലാക്സിസ് ആയിട്ട് ഇപ്പോൾ കോണ്ടാക്ട്, അപ്പം ലെപ്രസി പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഒരാൾക്ക് നമ്മൾ കീമോ പ്രൊഫൈലാക്സിസ് കൊടുക്കണം. എന്താണ് കീമോ പ്രൊഫൈലാക്സിസ് കൊടുക്കുന്നത്? സിംഗിൾ ഡോസ് ഓഫ് റിഫാംപിസിൻ ആണ് കീമോ പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കുന്നത്. റിഫാംപിസിൻ ആണ് കൊടുക്കുന്നത്. സ്പർശ് ക്യാമ്പയിൻ ലെപ്രസിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്പർശ്, കുഷ്ഠരോഗം പടരും, സ്പർശനത്തിലൂടെ പടരും എന്നൊക്കെയുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്പർശ് ക്യാമ്പയിൻസ് ഇട്ടു. അപ്പോൾ സ്പർശ് ക്യാമ്പയിൻ എന്തിനാണ്? ലെപ്രസിക്ക് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യാനാണ്? സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യാനും ആ പേഷ്യൻറ്റിൻ്റെ ഡിഗ്നിറ്റി എംബ്രേസ് ചെയ്യാനുമാണ് സ്പർശ് ക്യാമ്പയിൻ. ദെൻ ഈ സ്പർശ് ക്യാമ്പയിൻ യൂസ് ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് സപ്ന എന്നാണ്. എല്ലാം SS ആണ്. സ്പർശ് ക്യാമ്പയിൻ സപ്ന. ഓക്കെ, അവർക്കൊരു പ്രോഗ്രാം ഇതുണ്ട്, അഡ്വർടൈസ്മെന്റ്. അതിനകത്ത് ആ കുട്ടിയുടെ പേര് സപ്ന എന്നാണ്. അപ്പം സ്പർശ് ക്യാമ്പയിൻ സപ്ന ഇസ് റിലേറ്റഡ് ടു ലെപ്രസി. ഇനി ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെ ICDS സ്കീം. ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ് ഈ പദ്ധതി വരുന്നത്. ICDS വരുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ICDS വരുന്നത് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് താഴെയാണ്. സോ ICDS അംഗനവാടിയുമായിട്ട് ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ അംഗനവാടിയിൽ ആരൊക്കെയുണ്ട്? ആദ്യം ഒരു അംഗനവാടി ഹെൽപ്പർ ഉണ്ട്. ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു അംഗനവാടി വർക്കർ ഉണ്ട്. ഇവരെ സൂപ്പർവൈസ് ചെയ്യാൻ ഒരു മുഖ്യ സേവിക ഉണ്ട്. ഇവരെയും സൂപ്പർവൈസ് ചെയ്യാൻ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഓഫീസർ ഉണ്ട്. അപ്പം ഈ ഹൈറാർക്കിയിൽ മുഖ്യ സേവികയും ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഓഫീസറും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അംഗനവാടി വർക്കർ ഈസ് സൂപ്പർവൈസ്ഡ് ബൈ മുഖ്യ സേവിക. Then what are the services providing in Anganawadi? Supplementary nutrition, non-formal preschool education for children from 3 to 6 years. 3 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നോൺ ഫോർമൽ ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കുക, റെഫറൽ സർവീസസ് കൊടുക്കുക. അപ്പം ഇത്രയും ചോദിക്കും. വിച്ച് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് അല്ലെങ്കിൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ ICDS എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം നമ്മൾ ഏതൊക്കെ പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കണം. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, ഇങ്ങനെ ആലോചിക്കുക. കുഞ്ഞു പോയി ഇരിക്കുന്നു, നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നു, സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ. കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, നോൺ
ഫോർമൽ ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ കുഞ്ഞിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നു, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അവിടെ റെഫർ ചെയ്യുന്നു, റെഫറൽ സർവീസസ്. ആൻഡ് ദിസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് റെഫറൽ സർവീസസ് ആർ ഡൺ ബൈ ANM ഫ്രം സബ് സെൻറ്റേഴ്സ്. അംഗനവാടി വർക്കറിനോ അംഗനവാടി ഹെൽപ്പറിനോ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സബ് സെൻറ്റേഴ്സിൽ നിന്ന് ഓക്സിലറി ANM വന്നിട്ടാണ്, നഴ്സ് വന്നിട്ടാണ് നമുക്ക് ഈ ഹെൽത്ത് എഡ്യൂക്കേഷനും ഹെൽത്ത് ചെക്കപ്പും റെഫറൽ സർവീസസും അംഗനവാടിയിൽ ചെയ്യുന്നത്. ദെൻ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, നമ്മൾ അംഗനവാടിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം കഴിക്കാൻ കൊടുക്കുമല്ലോ, അത് എന്തിൻ്റെ ബേസിലാണെന്നുള്ളതാണ്. 6 months to 6 years വരെയുള്ള കുട്ടികളാണെങ്കിൽ അംഗനവാടിയിൽ നിന്നും ഭക്ഷണം കൊടുക്കുന്നതിൽ 500 കിലോ കാലറീസ് ഓഫ് എനർജിയും 12 to 15 gram ഓഫ് പ്രോട്ടീനും ഉണ്ടായിരിക്കണം. 500 കിലോ കാലറീസ് ഓഫ് എനർജിയും 12 to 15 gram ഓഫ് പ്രോട്ടീനും. അതുകൂടാതെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിനും നമ്മൾ അംഗനവാടിയിൽ നിന്ന് സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അമൃതം പൊടിയൊക്കെ കൊടുക്കുന്നില്ലേ, അതിൽ 600 കിലോ കാലറി ഓഫ് എനർജിയും 18 to 20 gram ഓഫ് പ്രോട്ടീൻസും ഉണ്ടായിരിക്കണം. ഇനി മാൽനറിഷ്ഡ് കുഞ്ഞാണെങ്കിൽ 6 months to 6 years ഏജിലുള്ള മാൽനറിഷ്ഡ് കുട്ടിയാണെങ്കിൽ അവർക്ക് ഇതിലും കൂടുതൽ കാലറി കൊടുക്കണം. 800 കിലോ കാലറിയും 20 to 25 gram ഓഫ് പ്രോട്ടീനും കൊടുക്കണം. അപ്പോൾ 6 months to 6 year വരെയുള്ള കുഞ്ഞാണെങ്കിൽ അംഗനവാടിയിൽ 500 കിലോ കാലറി, 10 to 12 gram of protein. Pregnant and lactating mother ആണ് 600 കിലോ കാലറി ആൻഡ് 18 to 20 gram of protein. 6 months to 6 years ആണ് 800 കിലോ കാലറിയും 20 to 25 gram ഓഫ് പ്രോട്ടീനും. ആലോചിക്കാൻ പറ്റില്ല, കുഞ്ഞിൻ്റെ ഇത് മാത്രം ആലോചിക്കുക. 500 കിലോ കാലറിയും 12 to 15 gram ഓഫ് പ്രോട്ടീനും. പിന്നെ നമുക്കത് കൂട്ടി എഴുതാവുന്നതേ ഉള്ളൂ. ഇനിയും വെയിറ്റ് ഫോർ ഏജ് ചാർട്ടാണ് അംഗനവാടിയിൽ കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വെയിറ്റ് Y ആക്സിസിലും ഏജ് X ആക്സിസിലുമാണ് എടുക്കുന്നത്. ആ വെയിറ്റ് ഫോർ ഏജ് ചാർട്ടിൽ ലെസ് ദാൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് താഴെയാണ് കുഞ്ഞ് വരുന്നതെങ്കിൽ the baby is in severe acute malnutrition and it is based on multi-growth reference study. അത് ഇഗ്നോർ ചെയ്യുക. മൾട്ടിഗ്രോത്ത് റെഫറൻസ് സ്റ്റഡിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന PMMVY. പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന, മാതൃത്വത്തിനെ വന്ദിക്കുക. എങ്ങനെയാണ് വന്ദിക്കുന്നത്? അമ്മയ്ക്ക് പൈസ കൊടുക്കും. എങ്ങനെയാണ് പൈസ കൊടുക്കുന്നത്? ഇത് മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് വരുന്നത്. ഏത് ഇറസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഫസ്റ്റ് ലൈവ് ബർത്തിന് അമ്മയ്ക്ക് 5000 രൂപ, 5000 റുപ്പീസും, സെക്കൻഡ് ലൈവ് ബർത്ത് ഗേൾ ആണെങ്കിൽ 6000 റുപ്പീസും കൊടുക്കും. എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ന്യൂട്രീഷണൽ സപ്പോർട്ടിനാണ്, അമ്മയുടെ ന്യൂട്രീഷണൽ സപ്പോർട്ടിനാണ് കൊടുക്കുന്നത്. പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന, മാതാവിനെ വന്ദിക്കുക. എങ്ങനെ? ന്യൂട്രീഷണൽ സപ്പോർട്ട് കൊടുത്തിട്ട്. എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഫസ്റ്റ് ലൈവ് ബർത്ത് ആണ് 5000 രൂപയും, സെക്കൻഡ് ഗേൾ ചൈൽഡ് ആണ് 6000 രൂപയും. ഓക്കെ, ഇനി ഷബ്ല എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി project ആയിരുന്നു. ഇറ്റ് ഈസ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് അഡോളസെൻറ്റ് ഗേൾസ് ആൻഡ് ഇറ്റ് ഓൾസോ കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. ആൻഡ് സബ്ലയിൽ നമ്മൾ സപ്ലിമെൻ്ററി ന്യൂട്രീഷനാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൂടാതെ വൊക്കേഷണൽ സ്കിൽ എഡ്യൂക്കേഷൻ, 2 കാര്യങ്ങൾ കൊടുക്കും. സപ്ലിമെൻ്ററി ന്യൂട്രീഷനും കൊടുക്കും, വൊക്കേഷണൽ സ്കിൽ എഡ്യൂക്കേഷനും കൊടുക്കും. അത് മിക്കവാറും ഇവർ ചോദിക്കാൻ സാധ്യതയില്ല. ഇനി ഉജ്ജ്വല സ്കീം ചോദിക്കും. ഉജ്ജ്വല എന്ന് പറയുന്നത് ഉജ്ജ്വലിക്കുക എന്ന് വെച്ചാൽ വുമൺ ആൻഡ് ചൈൽഡ് ട്രാഫിക്കിംഗ് തടയുക. എവിടെയെങ്കിലും ഒരു ലേഡിയോ അല്ലെങ്കിൽ ഒരു കുട്ടീനെയോ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവരെ മിസ്യൂസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ട്രാഫിക്കിംഗ്, വുമൺ ആൻഡ് ചൈൽഡ് ട്രാഫിക്കിംഗ് തടയാനാണ് നമ്മൾ ഉജ്ജ്വല സ്കീം യൂസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മെഷേഴ്സ് അണ്ടർ ഉജ്ജ്വല സ്കീം? പ്രിവെൻഷൻ, റെസ്ക്യൂ, റീഹാബിലിറ്റേഷൻ, റീഇൻറ്റഗ്രേഷൻ വിത്ത് ദ ഫാമിലി ആൻഡ് റീപാട്രിയേഷൻ ഇഫ് ഷീ ഈസ് ഫ്രം അതർ കൺട്രി. ഓക്കെ, അതാണ് ഉജ്ജ്വല സ്കീം. ഇനി ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുണ്ട്. അത് ഫ്രീ LPG ഫോർ BPLs. ഓക്കെ, ദെൻ BPL ഫാമിലി. പിന്നെ ഉജാല ബൾബ് സപ്ലൈ ഉണ്ട്. അത് LED ബൾബ് എല്ലാ ഫാമിലിക്കും കൊടുക്കുക. അതിൽ നമുക്ക് ആകെ ഈ ട്രാഫിക്കിങ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഉജ്ജ്വല സ്കീം. ഓക്കെ, ദെൻ കമ്മിങ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസിൽ നമുക്ക് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. ഇത് ഇൻ്റർനാഷണലി ഉള്ള ഹെൽത്താണ്, ഇൻ്റർനാഷണൽ ഹെൽത്താണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നമുക്ക് 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അതിൽ ഗോൾ 3 ആണ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഹെൽത്ത്. പിന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് എല്ലാം തന്നെ 2030 ആകുമ്പം അച്ചീവ് ചെയ്യണം എന്നാണ് നമ്മളുടെ ഒരു പ്ലാൻ.
ഇനിയും നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. ഇനിയും വിഷ്വൽ അക്വിറ്റി ലെസ് ദാൻ 3/60 ഇൻ ബെറ്റർ ഐ വിത്ത് ബെസ്റ്റ് അവൈലബിൾ കറക്ഷനെയാണ് നമ്മൾ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലൈൻഡ്നെസ്സിൻ്റെ ഡെഫിനിഷൻ എന്തുവാ? visual acuity of less than 3/60 in better eye with best available correction. And the most common cause of blindness is cataract, and our target is to reduce blindness by 0.25% by 2025. 2025 എന്ന് ആലോചിച്ചാൽ മതി. സോ 0.25% by 2025 കുറയ്ക്കുക എന്നുള്ളതാണ്, ബ്ലൈൻഡ്നെസ്സിൻ്റെ റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ടാർഗറ്റ്. ഇനി വിഷൻ 2020 നമ്മൾ കുറച്ച് ഡിസീസസ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. ആ ഡിസീസസ് എല്ലാം പഠിക്കണം. കാറ്ററാക്ട്, കോർണിയൽ ബ്ലൈൻഡ്നെസ്. അപ്പം പുറത്തുനിന്ന് തുടങ്ങിയാൽ നമുക്ക് റിഫ്രാക്റ്റീവ് എറർ ഫസ്റ്റ്, പിന്നെ കോർണിയൽ ബ്ലൈൻഡ്നെസ്, പിന്നെ അകത്തോട്ട് പോകുമ്പോൾ ലെൻസ്, കാറ്ററാക്ട്, പിന്നെ റെറ്റിന, ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ ചൈൽഡ്ഹുഡ് ബ്ലൈൻഡ്നെസ് ആൻഡ് ഗ്ലോക്കോമ. ഇനിയും ഇതാണ് സ്ട്രക്ചർ ഓഫ് നമ്മുടെ ഈ വിഷൻ 2020. നമുക്ക് വിഷൻ സെൻറ്റേഴ്സ് 20,000 വിഷൻ സെൻറ്റേഴ്സ് ഉണ്ട് വിച്ച് പ്രൊവൈഡ്സ് പ്രൈമറി കെയർ. ആൻഡ് ഈ വിഷൻ സെൻറ്റേഴ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്ക്രീനിങ് ഫോർ റിഫ്രാക്റ്റീവ് എറർ ആൻഡ് പ്രിസ്ക്രൈബിംഗ് ഓഫ് ഗ്ലാസസ് ആൻഡ് സ്കൂൾ ഐ സ്ക്രീനിങ്. അപ്പം ഇതാണ് വിഷൻ സെൻറ്റേഴ്സിൽ നടക്കുന്നത്. വിഷൻ സെൻറ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. നമുക്ക് 2,000 സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഓരോ പൂജ്യം കുറച്ച് പോയാൽ മതി താഴോട്ട്. സോ 2,000 സർവീസ് സെൻറ്റർ ഉണ്ട്. സർവീസ് സെൻറ്ററിൽ SS എന്ന് ആലോചിക്കുക. സർവീസ് സെൻറ്റർ, സെക്കൻഡറി കെയർ, കാറ്ററാക്ട് സർജറി. ഇതാണ് സർവീസ് സെൻറ്റർ. സർവീസ് സെൻറ്റേഴ്സിന് മുകളിലുള്ളത് ട്രെയിനിങ് സെൻറ്റേഴ്സ്. അത് 200 ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട് നമുക്ക്. സോ അവിടെ സർജറീസ്, മെയിൻ ആയിട്ടുള്ള റെറ്റിനൽ സർജറി, ഗ്ലോക്കോമ സർജറി, കോർണിയൽ സർജറീസ് നടക്കുന്നത് ട്രെയിനിങ് സെൻറ്റേഴ്സിലാണ്. ട്രെയിനിങ് സെൻറ്റേഴ്സിൽ സർജറീസ് നടക്കുന്നത്. ഇനി സെൻറ്റർ ഓഫ് എക്സലൻസ് നമുക്ക് ആകെ 20 ഉള്ളൂ. അവിടെയാണ് നമുക്ക് റിസർച്ചുകൾ നടക്കുന്നത്. ഓക്കെ, VSTC എന്ന് ആലോചിക്കുക. V ഫോർ വിഷൻ സെൻറ്റേഴ്സ്, S ഫോർ സർവീസ് സെൻറ്റേഴ്സ്, T ഫോർ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആൻഡ് C ഫോർ സെൻറ്റർ ഓഫ് എക്സലൻസ്. അതിൽ വിഷൻ സെൻറ്റേഴ്സ് 2,000 in which there will be screening of refractive error and we prescribe glasses, and school eye screening is under vision centers which is a primary care. Service centers are secondary care, 2,000 in number. SS എന്ന് ആലോചിക്കുക. കാറ്ററാക്ട് സർജറി. കാറ്ററാക്ട് കഴിഞ്ഞുള്ള എല്ലാ സർജറീസും ട്രെയിനിങ് സെൻറ്റേഴ്സിൽ. ദാൻ ഇറ്റ് ഈസ് 200 in number and it is for retinal surgery, glaucoma surgery and corneal surgery. Then center of excellence, there are only 20 centers of excellence for research. So it is mnemonic VSTC എന്ന് ആലോചിക്കുക. വിഷൻ സെൻറ്റർ, സർവീസ് സെൻറ്റേഴ്സ്, ട്രെയിനിങ് സെൻറ്റർ, സെൻറ്റർ ഓഫ് എക്സലൻസ്. ഇനിയും ട്രക്കോമയ്ക്ക് നമ്മൾ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജിയാണ് സേഫ് സ്ട്രാറ്റജി. ഈ സേഫ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ S ഫോർ സർജറി ഫോർ എൻട്രോപ്പിയോൺ ആൻഡ് ട്രിക്കിയാസിസ്, A ആൻറ്റിബയോട്ടിക് അസിത്രോമൈസിനാണ് കൊടുക്കുന്നത്. ഇപ്പം F ഫോർ ഫേഷ്യൽ ക്ലെൻലിനെസ്, E ഫോർ എൻവിറോൺമെൻറ്റൽ സാനിറ്റേഷൻ. ഇതാണ് സേഫ് സ്ട്രാറ്റജി ടു എലിമിനേറ്റ് ട്രക്കോമ. അതിൽ എൻവിറോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രൈമോഡിയൽ prevention, facial hygiene is primary prevention, antibiotic is secondary prevention, surgery is tertiary prevention. ദെൻ ട്രക്കോമ എലിമിനേഷൻ ടാർജറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ ട്രക്കോമ എലിമിനേഷൻ ടാർജറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരു പ്രത്യേക സ്റ്റഡി ഉണ്ട്, നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി. ഈ നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡിയിലാണ് നമ്മൾ റെയർ ഡിസീസസിനെ കുറിച്ച് പഠിക്കുന്നത്. അതിൻ്റെ ഡിസീസും എക്സ്പോഷറും തമ്മിലുള്ള ബന്ധം, വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു കേസ് കൺട്രോൾ സ്റ്റഡിയാണ് നെസ്റ്റഡ് കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറയുന്നത്. UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം, NTEP. ഇത് ചോദിച്ചിട്ടുണ്ട്. NTEP എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എലിമിനേഷൻ ആണോ ഇറാഡിക്കേഷൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അപ്പം നമ്മളുടെ എപ്പോഴത്തേക്കിനാണ് എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? 2025 കൊണ്ട് TB എലിമിനേറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു TB യൂണിറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പിക് സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ TB യൂണിറ്റ് അർബൻ ഏരിയയ്ക്ക് 1.5 to 2.5 lakhs, റൂറൽ ഏരിയയ്ക്ക് ഒരു ബ്ലോക്കിന് ഒരു TB യൂണിറ്റും എന്നാണ് ഉള്ളത്. ഇനി ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പിക് സെൻറ്റേഴ്സ് ഉണ്ട്. പ്ലെയിൻസിൽ 1 per 1 lakh, ഹില്ലി ഏരിയാസിൽ 1 per 50K പോപ്പുലേഷനുമാണ് ഉണ്ടാവുന്നത്. സോ ഏറ്റവും ലോ ലെവലിലായിട്ടുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സാണ് TB യൂണിറ്റും ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പിക് സെൻറ്റേഴ്സും. ഓക്കെ,
ഇനി എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് നടത്തുന്ന ടി ബിയുടെ? ദ പേഷ്യൻറ്റ് വിൽ പ്രസൻറ്റ് വിത്ത് ഫീവർ, കഫ് for greater than 2 weeks, unexplained weight loss, hemoptysis and abnormal chest x-ray. ഇനി നെക്സ്റ്റ് ലൈൻ ഓഫ്, ഇപ്പം ഇത്രയും സിംറ്റംസുമായിട്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ ഇപ്പം നമ്മൾ സ്പ്യൂട്ടോ ഒന്നും നോക്കാൻ നിൽക്കത്തില്ല. ഇപ്പം നമ്മൾ ഡയറക്റ്റ്ലി സി ബി നാറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ന്യൂ ഗൈഡ് ലൈൻസ് പ്രകാരം ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് മേളിൽ പറഞ്ഞ സിംറ്റംസുമായിട്ട് വരുവാണെങ്കിൽ ഡയറക്റ്റ്ലി നെക്സ്റ്റ് ലൈൻ ഈസ് സി ബി നാറ്റ്. ഓക്കെ, അങ്ങനെ സി ബി നാറ്റിൽ നമുക്ക് 2 തരത്തിലുള്ള പേഷ്യൻസിനെ കിട്ടും. ഡ്രഗ് സെൻസിറ്റീവ് പേഷ്യൻസും ഉണ്ട്, ഡ്രഗ് റെസിസ്റ്റൻറ്റ് പേഷ്യൻസും ഉണ്ട്. അപ്പം ഡ്രഗ് സെൻസിറ്റീവ് പേഷ്യൻസ്, എല്ലാ ഡ്രഗിനോടും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്? 2-HRZD + 4-HRE, ഐസോനിയാസിഡ്, റിഫാംപിസിൻ, പൈറാസിനമൈഡ്, എത്താംബ്യൂട്ടോൾ ആണ് ഡ്രഗ്സ്. ഒന്നും ഓർത്തില്ലെങ്കിലും 2-HRZD + 4-HRE എന്ന് ആലോചിക്കുക. നമ്മൾ 6 മന്ത്സിലേക്കാണ് ടി ബിയുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നത്. 6 months ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഡ്രഗ് സെൻസിറ്റീവ് ടി ബി ആണെങ്കിൽ നമ്മൾ എത്ര മാസം കൊടുക്കും? 6 months. അതിൽ ഇൻറ്റൻസീവ് ഫേസും ഉണ്ട്, കണ്ടിന്യൂവേഷൻ ഫേസും ഉണ്ട്. ഫസ്റ്റ് 2 months ഇസ് ഇൻറ്റൻസീവ് ഫേസ്, നെക്സ്റ്റ് 4 months ഇസ് കണ്ടിന്യൂവേഷൻ ഫേസ്. അതിൽ ഇൻറ്റൻസീവ് ഫേസിലാണ് നമ്മൾ HRZD കൊടുക്കുന്നത്, കണ്ടിന്യൂവേഷൻ ഫേസിലാണ് HRE കൊടുക്കുന്നത്. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബോഡി വെയ്റ്റ്. ഇതാണ് ഹൈലൈറ്റ്. ബോഡി വെയ്റ്റ് അനുസരിച്ചാണ് നമ്പർ ഓഫ് ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ പേഷ്യൻറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുകയാണ്. ഇനി നമ്മൾ എപ്പോഴാണ് സ്പ്യൂട്ടം എക്സാമിൻ ചെയ്യുന്നത്? ഇതും ന്യൂ ഗൈഡ് ലൈനിൽ അപ്ഡേഷനാണ്. സ്പ്യൂട്ടം എക്സാമിനേഷൻ ഇസ് ഡൺ ആഫ്റ്റർ ഇൻറ്റൻസീവ് ആൻഡ് കണ്ടിന്യൂവേഷൻ ഫേസ്. ഇൻറ്റൻസീവ് ഫേസ് കഴിഞ്ഞിട്ടും കണ്ടിന്യൂവേഷൻ ഫേസ് കഴിഞ്ഞിട്ടും നമ്മൾ സ്പ്യൂട്ടം എക്സാമിനേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇൻറ്റൻസീവ് ഫേസിലും കണ്ടിന്യൂവേഷൻ ഫേസിലും നമ്മുടെ സ്പ്യൂട്ടം എക്സാമിനേഷൻ നടത്തി നമുക്ക് സ്മിയർ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ, സ്പ്യൂട്ടം സ്മിയർ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അയാളെ ക്യൂർ എന്നാണ് ഇപ്പോൾ ലേബൽ ചെയ്യുന്നത്. ട്രീറ്റഡ് എന്നല്ല, ക്യൂർ. അവർ ക്യൂർ ആയെന്നാണ് ഇപ്പോൾ ലേബൽ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി. ഇപ്പം മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്ന് പറഞ്ഞാൽ ദേ ആർ റെസിസ്റ്റൻറ്റ് ടു ഐസോനിയാസിഡ് ആൻഡ് റിഫാംപിസിൻ. ഐസോനിയാസിഡിനോടും റിഫാംപിസിനോടും റെസിസ്റ്റൻസ് കാണിച്ച മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് നമ്മൾ ബി പാം റെജിമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ബി ഫോർ ബെഡാക്കുലിൻ, പി ഫോർ പ്രട്ടോമണൈഡ്, എൽ ഫോർ ലിനസോളിൻ ആൻഡ് എം ഫോർ മോക്സിഫ്ലോക്സാസിൻ. ഓക്കെ, ഇനി എക്സ് ഡി ആർ ടി ബി ഉണ്ട്. ഇപ്പോൾ എക്സ് ഡി ആർ ടി ബി എന്ന് പറഞ്ഞാൽ എം ഡി ആർ ടി ബി പ്ലസ് ഏതെങ്കിലും ഗ്രൂപ്പ് എ, ബെഡാക്കുലിനോ ലിനസോളിഡോ ആയിട്ട് പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ് ഡി ആർ ടി ബി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എം ഡി ആർ ടി ബി പ്ലസ് ഇവരെ നമ്മൾ ഗ്രൂപ്പ് എ ഡ്രഗ്, ഗ്രൂപ്പ് എ കാറ്റഗറി ഓഫ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് എ ഡ്രഗുകൾ പ്ലസ് ഒന്നി ബെഡാക്കുലിനോടോ അല്ലെങ്കിൽ ലിനസോളിനോടോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്സ് ഡി ആർ ടി ബി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി HIV-യും TB-യും ഫ്രണ്ട്സ് ആണ്. HIV ഉള്ള ഒരാൾക്ക് TB വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ക്രോസ് റെഫറൽ എന്ന് പറയുന്നത്. HIV ഉണ്ടെങ്കിൽ നമ്മൾ TB അയാൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിൽ വെക്കണം. സോ എവറി HIV പേഷ്യൻസ് ആൻഡ് TB പേഷ്യൻസ് ഷുഡ് ബി സ്ക്രീൻഡ് ഫോർ ബോത്ത് ദ ഡിസീസസ്. ഇപ്പോൾ TB ഉള്ള ഒരാൾക്ക് HIV-നെ നമ്മൾ സ്ക്രീൻ ചെയ്യണം, HIV ഉള്ള ഒരാൾക്ക് TB-ക്കും വേണ്ടി നമ്മൾ സ്ക്രീൻ ചെയ്യണം. ആൻഡ് വൈ? Because the most common opportunistic infection in HIV patients is TB. അതുപോലെ തന്നെ the most common cause of death in HIV patients is also TB. അതുകൊണ്ട് തന്നെ TB റൂൾ ഔട്ട് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും CB നാറ്റ് ചെയ്തിരിക്കണം. ഇനി HIV TBയും ഒരുമിച്ച് ഒരു പേഷ്യൻ്റ് വന്നു. ഇപ്പം HIV ഉള്ളൊരു പേഷ്യൻറ്റ്, അയാൾക്ക് TBയും ഉണ്ട്, ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ആദ്യം TBയുടെ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ATT സ്റ്റാർട്ട് ചെയ്യും ആദ്യമേ. അത് കഴിയുമ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ HIV-യുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇത് ന്യൂ ഗൈഡ് ലൈൻസ് ആണ്. ഇഫ് എ പേഷ്യൻറ്റ് കംസ് വിത്ത് ബോത്ത് HIV ആൻഡ് TB ആണ്, ആദ്യം നമ്മൾ TB സ്റ്റാർട്ട് ചെയ്യും, ATT സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ആഴ്ച കഴിയുമ്പോഴാണ് HIV-യുടെ ട്രീറ്റ്മെൻ്റ് ആയ ART സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പം ആ HIV പേഴ്സൺ TB മെനിഞ്ചൈറ്റീസും ആയിട്ടാണ് വരുന്നതെങ്കിൽ ATT സ്റ്റാർട്ട് ചെയ്ത് 4 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ART സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇതും ഒരു അപ്ഡേഷനാണ്. ഇനി അടുത്തത് ക്രോസ് റെഫറൽ. ഞാൻ പറഞ്ഞല്ലോ, HIV ഉള്ള ഒരാൾക്ക് TB വരാം, TB ഉള്ള ഒരാൾക്ക് HIV വരാം. ഓക്കെ, അതുപോലെ തന്നെ കോവിഡ് ഉള്ള ഒരാൾക്ക് TB വരാം, TB ഉള്ള ഒരാൾക്ക് കോവിഡ് കോ ഇൻഫെക്ഷൻ ആയിട്ട് വരാം. ഓക്കെ, ഇനി TBയുടെ പ്രൊഫൈലാക്സിസ്. TB
പേഷ്യൻസുമായിട്ട് കഴിയുന്ന ഫാമിലി മെമ്പേഴ്സ് ആർ മോർ പ്രോൺ ഫോർ TB ഇൻഫെക്ഷൻ. അപ്പോൾ അവർക്ക് നമുക്ക് എന്ത് പ്രൊഫൈലാക്സിസ് കൊടുക്കാം? TB prophylaxis is to decrease the reactivation of latent infection, and it is mainly given for HIV patients and contact of TB patients. രണ്ട് ആൾക്കാർക്ക് കൊടുക്കും. HIV പേഷ്യൻസിന് നമ്മൾ പ്രൊഫൈലാക്സിസ് കൊടുക്കും, കോണ്ടാക്ട് ഓഫ് TB പേഷ്യൻസിനും കൊടുക്കും. എന്താണ് നമ്മൾ കൊടുക്കുന്നത്? ഐസോനിയാസിഡ്. സോ വാട്ട് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ TB prophylaxis? ഐസോനിയാസിഡ് ഡെയിലി ഫോർ 6 months. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ greater than 2 years ആണ് റിഫാംപെന്റിൻ ആൻഡ് ഐസോനിയാസിഡ് ഫോർ 3 months. ഓക്കെ, ഇതാണ് പ്രൊഫൈലാക്സിസ്. ഓക്കെ, INH ഡെയിലി ഫോർ 6 months. അപ്പം ഈ റിഫാപെന്റിൻ ആൻഡ് ഐസോനിയാസിഡ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ബെറ്റർ എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഐസോനിയാസിഡ് ഡെയിലി ഫോർ 6 months ആണ് നമ്മൾ എല്ലാ ഏജിനും കൊടുക്കുന്നൊരു പ്രൊഫൈലാക്സിസ്. ഐസോനിയാസിഡ് ഡെയിലി ഫോർ 6 months ഫോർ ഓൾ ഏജസ്. അല്ലെങ്കിൽ 2 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് റിഫാംപെന്റിൻ പ്ലസ് ഐസോനിയാസിഡ് ഫോർ 3 months. ഓക്കെ, ഇനി നിക്ഷയാണ് ക്ഷയമാണ് നിക്ഷയാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഫോർ നോട്ടിഫൈയിങ് TB കേസസ്. ഇറ്റ് ഈസ് ദ ഓൺലൈൻ നോട്ടിഫിക്കേഷൻ ഫോർ TB കേസസ് ആൻഡ് ദ മെഡിക്കൽ ഓഫീസർ ഷുഡ് ഡു ദ നോട്ടിഫിക്കേഷൻ വിത്തിൻ 1 month ഓർ 30 days. 30 ഡേയ്സിനുള്ളിൽ നമ്മൾ TB നോട്ടിഫൈ ചെയ്തിരിക്കണം. ആർക്കാണ് നമ്മൾ നോട്ടിഫൈ ചെയ്യുന്നത്? ടു ഡിസ്ട്രിക്ട് ട്യൂബർക്കുലസ് ഓഫീസർ, DTO, ഡിസ്ട്രിക്ട് ട്യൂബർക്കുലസ് ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം. എല്ലാ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർക്കും നിക്ഷയ പോർട്ടലിൽ TB ഡിസീസസ് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഓരോ ഡ്രഗ് സെൻസിറ്റീവ് TBക്കും റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് 1000 രൂപയും, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആണ് 5000 രൂപയും വെച്ച് ഇൻസെൻറ്റീവ്സ് ഉണ്ട് കേട്ടോ. ഡോക്ടറിന് റിപ്പോർട്ട് ചെയ്യാം, കെമിസ്റ്റിന് ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവർ ആർക്കൊക്കെ അതോറിറ്റി കൊടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ ആ പോർട്ടലിൽ കയറി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ഡ്രഗ് സെൻസിറ്റീവ് TB ആണെങ്കിൽ നമുക്കൊരു 1000 റുപ്പീസും, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആണെങ്കിൽ 5000 റുപ്പീസും വെച്ച് കിട്ടും. ഇനിയും അതുകൂടാതെ നിക്ഷയ് പോഷൻ യോജന, ഇപ്പം അതിൻ്റെ എമൗണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഈ നിക്ഷയ് പോഷൻ യോജന എന്ന് പറഞ്ഞാൽ ക്ഷയരോഗമുള്ളവരുടെ ന്യൂട്രീഷന് നന്നായിട്ട് പോകാൻ വേണ്ടി നമ്മൾ ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൊടുക്കും. അതാണ് നിക്ഷയ് പോഷൻ യോജന. നേരത്തെ 500 രൂപയായിരുന്നു, ഇപ്പം 1000 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നൗ നിക്ഷയ് പോഷൻ യോജന കൊടുക്കുന്നത് ₹1000 per month for nutrition of TB patients. ഓക്കെ, ആക്റ്റീവ് കേസ് ഫൈൻഡിങ്സ് നമ്മൾ സ്ലമ്മിലും ട്രൈബൽസിലും പ്രിസൻസിലും ഒക്കെ ഈ TBയുടെ സ്ക്രീനിങ് ഒക്കെ നടത്തി ആക്റ്റീവായിട്ടുള്ള കേസ് ഫൈൻഡിങ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനി 99 ഡോട്ട്സ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ ഇപ്പം ഒരാൾ മരുന്ന് കൊടുക്കുക, ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ ആണല്ലോ, അവർ ആ ഗുളിക എടുക്കുമ്പം അതിന് താഴെ ഒരു നമ്പർ വരും. ആ നമ്പർ നമ്മൾ ഫോണിൽ ഡയൽ ചെയ്യണം. അപ്പം ഡയൽ ചെയ്യുമ്പോഴത്തേക്കിനും അത് സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്തിട്ട് ഇന്ന് അയാൾ ആ നമ്പറുള്ള പാക്കറ്റിൽ ഗുളിക കഴിച്ചിട്ടുണ്ട് എന്നൊരു നോട്ടിഫിക്കേഷൻ. അതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് 99 ഡോട്ട്സ് എന്ന് പറയുന്നത്. മിസ്ഡ് കോൾ ടു ഹിഡൻ നമ്പേഴ്സ് ടു ചെക്ക് വെദർ ദ പേഷ്യൻ്റ് ഈസ് അഡ്ഹിയർ ടു ദ ട്രീറ്റ്മെൻറ്റ്. ഇനി നാഷണൽ TB സ്ട്രാറ്റജി എലിമിനേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2025 കൊണ്ട് തന്നെ TB എലിമിനേഷൻ നടത്തണം എന്നാണ്. TB എലിമിനേഷൻ ബൈ 2025. ടാർഗറ്റ് ഈസ് 80% റിഡക്ഷൻ ഇൻ ഇൻസിഡൻസ് ഓഫ് TB, 90% റിഡക്ഷൻ ഇൻ മോർട്ടാലിറ്റി ഓഫ് ദ TB ആൻഡ് 0 കോസ്റ്റ് ഫോർ TB പേഷ്യൻസ്. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 80% decrease in incidence of TB, 90% decrease in mortality of TB patient and 0 cost for TB patients. Then what are the pillars of National TB Elimination Plan? നേരത്തെ നമ്മൾ പഠിച്ചത് നാഷണൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആയിരുന്നു. ഇത് നാഷണൽ TB എലിമിനേഷൻ പ്ലാൻ ആണ്. ഇനി the pillars of National TB Elimination Plan is to detect, to treat and to prevent and to build partnerships by making policies and all for TB patients. ആദ്യം ഡിറ്റക്ട് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, പ്രിവെൻറ്റ് ചെയ്യണം, പോളിസീസ് ലേ ഡൗൺ ചെയ്യണം. Then what is NTB strategy? ഈ NTB strategy വേൾഡ് ഫുൾ ആപ്ലിക്കബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഫോംഡ് ബൈ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ആൻഡ് മോട്ടീവ് ഈസ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ്
TB, that is zero TB death, zero TB disease and zero TB suffering. അതാണ് end TB strategy. Zero TB death, zero disease and zero suffering. And to end the TB by 2035 ആണ് end TB strategy WHO കൊണ്ടുവന്നത്. And it implies 90% reduction in incidence of TB, 95% reduction in mortality of TB and zero cost expenditure for ആർക്ക് നമ്മുടെ TB പേഷ്യൻസ്. അപ്പം 90-95-0 എന്ന് ആലോചിക്കുക. 90% ഡിക്രീസ് ഇൻ ഇൻസിഡൻസ് ഓഫ് TB, 95% ഡിക്രീസ് ഇൻ മോർട്ടാലിറ്റി ഓഫ് TB ആൻഡ് സീറോ കോസ്റ്റ് എക്സ്പെൻഡിച്ചർ ഫോർ TB പേഷ്യൻസ്. ഇനി RMN-CAH+N പ്രോഗ്രാം ആരൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ്? R റീപ്രൊഡക്റ്റീവ് വുമൻ, M മെറ്റേണൽ ഹെൽത്ത്, N C neonate and child health, A for adolescent health, A for adolescent health and N for nutrition. Okay. ഇനി അനീമിയ മുക്ത് ഭാരത്, ഈ വിഫ്സ് എന്ന് പറയുന്ന WIFS എന്ന് പറയുന്ന പദ്ധതി അനീമിയ മുക്ത് ഭാരതിന് താഴെയാണുള്ളത്. അല്ലെങ്കിൽ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ ഫോർ സ്കൂൾ ഗോയിങ് ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സിനും ഗേൾസിനും വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ കൊടുക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് വിഫ്സിൽ ഉണ്ടാവുന്നത്. അതുപോലെ ഔട്ട് ഓഫ് സ്കൂൾ ആണെങ്കിൽ ഗേൾസിന് മാത്രം ത്രൂ അംഗനവാടി കൊടുക്കും. സ്കൂളിലാണെങ്കിൽ ഗേൾസിനും ബോയ്സിനും വീക്ക്ലി ആയിട്ടുള്ള അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻസ് കൊടുക്കും. ഈ വിഫ്സിന് 4 WIFSന് 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 കമ്പോണൻസ്? ഒന്ന് അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ, അത് നമ്മൾ സ്കൂളിൽ പോയി കാണാൻ പറ്റും. ബ്ലൂ ടാബാണ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നത്. ബ്ലൂ ടാബാണ്. അതിൽ 60 milligram ഓഫ് എലമെൻ്റൽ അയണും 500 microgram ഓഫ് ഫോളിക് ആസിഡും ആണുള്ളത്. ദെൻ ഡീവേമിങ് ഫോർ ഓൾ ദ ചിൽഡ്രൻ ബൈ ആനുവലി, 6 മാസം കൂടുമ്പോൾ, മെയിൻലി നമ്മൾ ഫെബ്രുവരിയും ഓഗസ്റ്റും ആണ് കൊടുക്കേണ്ടത്. ആൽബൻഡസോൾ കൊടുക്കും. പിന്നെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യും കുഞ്ഞുങ്ങളുടെ. പിന്നെ ന്യൂട്രീഷണൽ കൗൺസിലിംഗ് കൊടുക്കും. സോ വാട്ട് ആർ ദ 4 components under WIPS? Iron, folic acid, deworming, test hemoglobin of the children and nutritional counseling. ഇത്രയുമാണ് കൊടുക്കുന്നത്. ഇനിയും RKSK രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഇനി പറയുന്നതെല്ലാം നമ്മുടെ അഡോളസെന്റ് ഹെൽത്തിന് വേണ്ടിയുള്ളതാണ്. ഈ അനീമിയ മുക്ത് ഭാരത്, വിഫ്സ്. അനീമിയ മുക്ത് ഭാരതിൽ 6 ബെനിഫിഷ്യറി ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ വിഫ്സിൽ നമ്മുടെ ഇനി പറയാൻ പോകുന്നതിലെല്ലാം അഡോളസെന്റ് ഹെൽത്ത് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോളസൻസിന് വേണ്ടിയുള്ള പദ്ധതികൾ, അമ്മയ്ക്ക് മെറ്റേണൽ ഹെൽത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ, ചൈൽഡിന് വേണ്ടിയുള്ള പദ്ധതികൾ. ഈ ഹെഡിങ്സിലാണ് പഠിക്കുന്നത്. ഇത് അഡോളസൻസിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. അടുത്ത പദ്ധതി രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രം. ഇതിൽ 6 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. എന്തൊക്കെ കൊടുക്കും അഡോളസൻസിന്? ന്യൂട്രീഷൻ കൊടുക്കും. മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പിയർ ഗ്രൂപ്പ് തന്നെ അവരെ കൗൺസിൽ ചെയ്യും. അതാണ് പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പ്രൊമോട്ട് അർഷ് എന്ന് പറഞ്ഞാൽ അഡോളസെൻറ്റ് റീപ്രൊഡക്റ്റീവ് ആൻഡ് സെക്ഷുവൽ ഹെൽത്ത്. അഡോളസെൻറ്റ് റീപ്രൊഡക്റ്റീവ് ആൻഡ് സെക്ഷുവൽ ഹെൽത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. സബ്സ്റ്റൻസ് അബ്യൂസ് കുറയ്ക്കുകയും വയലൻസ് ആൻഡ് ഇഞ്ചുറീസ് കുഞ്ഞുങ്ങളിൽ കുറയ്ക്കുക ആൻഡ് decrease the incidence of non-communicable disease in children. So what are the 6 objectives for RKSK? Rashtriya Kishore Swasthya Karyakram. So 6 objectives are to promote nutrition and to promote the mental health by promoting peer educator counseling and promote ARSH, adolescent reproductive and sexual health, decrease the substance abuse and decrease the violence and injuries and decrease the incidence of non-communicable disease among the adolescents. അത് കൂടാതെ നമ്മൾ ഈ RKSKയുടെ താഴെയിൽ മെൻസ്ട്രൽ ഹൈജീൻ സ്കീം ഉണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഫ്രീ ഡേയ്സ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നമ്മൾ അഡോളസെൻറ്റ് റൂറൽ ഏരിയാസിലുള്ള അഡോളസെൻറ്റ് ഗേൾസിന് ഫ്രീ സാനിറ്ററി പാഡ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവാണ്. ആ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരേ ഏജിലുള്ള കുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത് അവരാണ് ഈ അഡോളസെൻസിന് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിയർ എഡ്യൂക്കേറ്റർ അപ്രോച്ച് എന്നാണ് പറയുന്നത്, ഒരേ പ്രായത്തിലുള്ള ആൾക്കാർ. അതുമല്ല, ഇതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്, സാത്യ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അതും പെണ്ണുങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. സാത്യ ആണ് ഈ കൗൺസിലിംഗ് ഫോർ അഡോളസൻസിന് പറയുന്ന പേര്. സാത്യ എന്ന് വെച്ചാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്, വിത്ത് യു. സാത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വിത്താണ്. സോ സാത്യ, വിത്ത് യു, അതാണ് സാത്യ കൗൺസിലിംഗ് ഫോർ അഡോളസൻസ്. ഇനി മെറ്റേണൽ ഹെൽത്തിൻ്റെ പ്രോഗ്രാംസ് പഠിക്കാം.
നമുക്ക് മെറ്റേണൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സർക്കാർ നമുക്ക് പ്രഗ്നൻ്റ് ആണെങ്കിലും പ്രഗ്നൻ്റ് അല്ലെങ്കിലും നമുക്ക് ഫ്രീ പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ്സ് തരുന്നുണ്ട്. അതാണ് നിക്ഷയ് എന്ന് പറയുന്നത്. നിശ്ചയ് എന്ന് പറയുന്നത് പോർട്ടലാണ്, ടി ബിയുടെ പോർട്ടലാണ് നിശ്ചയ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കാം നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ, അതാണ് നിശ്ചയ്. സോ നിശ്ചയ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റ്സ് അറ്റ് സബ് സെന്റേഴ്സ്. അതാണ് നിശ്ചയ്. ഇനി നമുക്ക് JSY പഠിക്കാം, ജനനി സുരക്ഷ യോജന. ഈ ജനനി സുരക്ഷ യോജന മെയിൻ ആയിട്ടും it is to promote hospital deliveries and to reduce maternal mortality rate. ജനനിയുടെ സുരക്ഷ, അമ്മയുടെ സുരക്ഷ. എവിടെ പ്രസവിച്ചാലാണ് അമ്മയ്ക്ക് സുരക്ഷ കിട്ടുന്നത്? ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്താലാണ് അമ്മയ്ക്ക് സുരക്ഷ കിട്ടുന്നത്. സോ ഇൻക്രീസ് ദ ഹോസ്പിറ്റൽ ഡെലിവറി ആൻഡ് ഡിക്രീസ് ദ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഒന്നാമത്തത്. പിന്നെ ക്യാഷ് ഫോർ പ്രഗ്നന്റ് വുമൻ ആൻഡ് ആശാ വർക്കർ ആസ് ഇൻസെൻറ്റീവ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ഹോസ്പിറ്റൽ ഡെലിവറി നമുക്ക് ആ ക്യാഷിൻ്റെ ഇൻസെൻറ്റീവ്സ് മാറിക്കൊണ്ടിരിക്കും. ലോ പെർഫോമിംഗ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാ? UP, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഒഡീസ, ജമ്മു കാശ്മീർ, ആസാം. ഇത് ആലോചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഓക്കെ. ദെൻ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് ഈ അർബൻ ഏരിയ ബിലോ പോവർട്ടി ലൈൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റിൽ ഇൻസെൻറ്റീവ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ. ഇനി ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആൻഡ് പാരിറ്റി എല്ലാ അമ്മമാർക്കും ഇത് കിട്ടും ലോ പെർഫോമിംഗ് സ്റ്റേറ്റിൽ. ഓക്കെ. ഇനിയും ഇതാണ് ആ എമൗണ്ട് പറയുന്നത്. ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർക്കുക, ലോ പെർഫോമിംഗ് സ്റ്റേറ്റിൽ റൂറലും ഉണ്ട്, അർബൻ ഏരിയാസും ഉണ്ട്. റൂറൽ ഏരിയ ആണെങ്കിൽ അമ്മയ്ക്ക് 1400 റുപ്പീസും ആശയ്ക്ക് 600 റുപ്പീസും കിട്ടും. അർബൻ ഏരിയ ആണെങ്കിൽ മദറിന് 1000 റുപ്പീസും ആശയ്ക്ക് 400 റുപ്പീസും കിട്ടും. ഇനി ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ് ആണ്, ഈ എമൗണ്ട് കുറയും. ആശയ്ക്ക് കുറയത്തില്ല, അമ്മയ്ക്ക് കുറയും. ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റിൽ മദറിന് 700 റുപ്പീസ്, നേർ പകുതിയെ കിട്ടത്തുള്ളൂ. അർബനിലും മദറിന് 500 ആലോചിക്കുക, 600 റൗണ്ട് ഓഫ് ചെയ്യുക. ആശയ്ക്ക് ലോ പെർഫോമിംഗ് ആണെങ്കിലും ഹൈ പെർഫോമിംഗ് സ്റ്റേറ്റ് ആണെങ്കിലും റൂറൽ ഏരിയ 600ഉം അർബൻ ഏരിയ 400ഉം. ഇനി ജനനി ശിശു സുരക്ഷാ യോജന, JSY കൊണ്ട് ആൾക്കാർക്ക് പറ്റുന്നില്ല, ആൾക്കാർ നന്നാവുന്നില്ല. കാരണം ഹോസ്പിറ്റലിൽ പോകാനുള്ള ചെലവ്, അവരുടെ ട്രാൻസ്പോർട്ട്, ആംബുലൻസിന്റെ ചാർജ്, അപ്പം ഇതൊക്കെ കവർ ചെയ്യാൻ വേണ്ടി അടുത്ത പ്രോജക്റ്റ് വന്നു. അതാണ് ജനനി ശിശു സുരക്ഷാ യോജന. ശിശുവിനെയും അമ്മേനെയും, ജനനിയെയും ശിശുവിനെയും സുരക്ഷ നൽകുക. സോ ജനനി ശിശു സുരക്ഷാ യോജന. So it is main objective is to decrease the out of pocket expenses, that is everything is free for the mother and neonate. അപ്പോൾ എന്തൊക്കെയാണ് അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? ഡയറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ നോർമൽ വജിനൽ ഡെലിവറി ആണ് 3 days ഡയറ്റ് ഫ്രീ ആണ്. സിസേറിയൻ സെക്ഷൻ ആണ് 7 days ഓഫ് ഡയറ്റ് ഫ്രീ ആണ് അമ്മയ്ക്ക്. ഫ്രീ ഡ്രഗ്സ്, ഫ്രീ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്, ഫ്രീ ട്രാൻസ്പോർട്ട് ഫ്രം ഹോം ടു ഹോസ്പിറ്റൽ ആൻഡ് ബാക്ക് ഫ്രം ഹോസ്പിറ്റൽ ടു ഹോം ആൻഡ് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ. ഇപ്പോൾ റെഫറൽ നടന്നാൽ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ തന്നെ നമ്മുടെ ഈ പദ്ധതി പ്രകാരം ഫ്രീ ആണ്. ദെൻ ഫ്രീ സിസേറിയൻ സെക്ഷൻ ആൻഡ് ഫ്രീ ബ്ലഡ് ഫോർ പ്രഗ്നൻറ്റ് ആൻഡ് സിക്ക് ഇൻഫൻറ്റ്. ഓക്കെ. അമ്മയ്ക്കും കിട്ടും, പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയ്ക്കും കിട്ടും, സിക്ക് ആയിട്ടുള്ള ഇൻഫൻറ്റിനും കിട്ടും. അമ്മയ്ക്കും കിട്ടും, ഇൻഫൻറ്റിനും കിട്ടും. എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്? ഫ്രീ ഡയറ്റ് ഫോർ നോർമൽ വജിനൽ ഡെലിവറി അപ് ടു 3 days they get free diet. For cesarean section up to 7 days they get free diet. Free drug, free diagnostic procedures, free transport from home to hospital and hospital to home, then free cesarean sections, free blood. Okay, ഇതൊക്കെയാണ് ജനനി ശിശു സുരക്ഷാ യോജന. ഇനി പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃവ അഭിയാൻ, ഇതെന്ന് പറഞ്ഞാൽ ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരള PSCയിൽ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃവ അഭിയാൻ, അമ്മയ്ക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ആൻറ്റിനേറ്റൽ പീരീഡ് വാർത്തെടുക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷിത് മാതൃവ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉള്ളത്. എന്ന് വെച്ചാൽ ആൻറ്റിനേറ്റൽ കെയർ അറ്റ് 9th of every month. ഓക്കെ, ഓരോ മാസവും 9ാം തീയതി at 9th of every month there will be an antenatal clinic which detect danger signs in antenatal women, and the main objective is to decrease the maternal mortality rate. ഇതിൽ പറയുന്നത് മിനിമം ഒരു അമ്മയ്ക്ക് 4 വിസിറ്റ് വേണം. അതിൽ ഒരു വിസിറ്റ് നമ്മൾ ഫസ്റ്റ് എല്ലാ മന്തിൻ്റെയും 9th നടത്തുന്ന ഈ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃവ അഭിയാൻ നടത്തുന്ന ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ പോയി കാണണം എന്നാണ്. അപ്പോൾ ഈ ആൻറ്റിനേറ്റൽ ക്ലിനിക്കിൽ അമ്മ പോകുമ്പോഴത്തേക്കിനും ഹീമോഗ്ലോബിനും
USGയും ബ്ലഡ് ഷുഗറും മാൻഡേറ്ററി ആയിട്ട് അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്യപ്പെടണം. എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? ഹീമോഗ്ലോബിനും USGയും ബ്ലഡ് ഷുഗറും. ഓക്കെ. എന്നിട്ട് നമ്മൾ അവരുടെ ഒരു അമ്മ കുഞ്ഞു ബുക്ക് ഉണ്ടല്ലോ, ആ അമ്മ കുഞ്ഞു ബുക്കിൽ നമ്മൾ 4 ടാഗ് വെച്ച് കൊടുക്കും. ഒന്ന് ഗ്രീൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല, അപ്പം നമ്മൾ ഗ്രീൻ കാർഡ് വെച്ച് കൊടുക്കും. റെഡ് കാർഡ് ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് ആൾക്കാർക്ക് നമ്മൾ റെഡ് കാർഡ് വെച്ച് കൊടുക്കും. പിന്നെ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആയിട്ടുള്ള ഒരാൾക്ക് ബ്ലൂ കാർഡ് വെച്ച് കൊടുക്കും. പിന്നെ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസോ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ ഹൈപ്പോതൈറോയിഡ്സോ ഒക്കെയാണ് നമ്മൾ യെല്ലോ കാർഡ് വെച്ച് കൊടുക്കും. സോ ഗ്രീൻ കാർഡ് ഫോർ നോ റിസ്ക് ഫാക്ടർ പ്രഗ്നൻസി, റെഡ് കാർഡ് ഫോർ ഹൈ റിസ്ക് പ്രഗ്നൻസി, ബ്ലൂ ഫോർ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് യെല്ലോ ഫോർ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആൻഡ് ഹൈപ്പോതൈറോയിഡിസം. PMSMA എന്ന് ആലോചിക്കുക, പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ, PMSMA. ഓക്കെ. ഇനി സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ, സുമൻ. ഇപ്പൊ ഈ JSSK ഇല്ലേ, ഈ JSSK കൊണ്ടും ലേഡീസ് ഒന്നും നന്നാവുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്ത് അവിടെ അടുത്ത പ്രോഗ്രാം ഇറക്കി. അപ്പൊ JSSKയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ സുമൻ പ്രോഗ്രാം, സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ. ഓക്കെ. ഫോർ പ്രഗ്നന്റ് ലേഡീസ് ആൻഡ് ഫോർ ഇൻഫൻസ്, സീറോ പ്രിവെൻറ്റബിൾ ന്യൂ ബോൺ ആൻഡ് മെറ്റേണൽ ഡെത്ത്. എന്ന് വെച്ചാൽ ന്യൂ ബോണിൻ്റെയും മെറ്റേണൽ ഡെത്തും 0 ആയിരിക്കണം. ഒരു പ്രിവെൻറ്റബിൾ കോസ് കൊണ്ടും അമ്മയും കുഞ്ഞും മരണപ്പെടാൻ പാടില്ല. ദെൻ സീറോ എക്സ്പെൻസ് ഫോർ ഡെലിവറി, ഡെലിവറിക്ക് ഒരു എക്സ്പെൻസും അവരുടെ കയ്യിൽ നിന്ന് ചിലവാകാൻ പാടില്ല. ഡിഗ്നിഫൈഡ് മെറ്റേണൽ കെയർ ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ സുമൻ പദ്ധതി പ്രകാരം, സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ പ്രകാരം ഹോസ്പിറ്റലിൽ അവിടെ എന്തൊക്കെ സർവീസ് കൊടുക്കുമെന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കണം, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സർവീസ് അവിടുന്ന് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർക്കൊരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം വഴി അവർക്ക് ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്ന സർവീസസ് ഇവിടുന്ന് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവർക്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം കൊണ്ടുവന്ന ആദ്യത്തെ ഒരു പദ്ധതി കൂടാണ് സുമൻ, സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ. ഇനി ലക്ഷ്യ, L ഫോർ ലേബർ റൂം, L ഫോർ ലക്ഷ്യ ഫോർ ലേബർ റൂം. അപ്പം ലക്ഷ്യ പദ്ധതി എന്ന് പറഞ്ഞാൽ ലേബർ റൂമിൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യ പദ്ധതിയിൽ പറയുന്നത്. ഇനി ദക്ഷത എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പ്രോഗ്രാമാണ് ടു ട്രെയിൻ ദ മെഡിക്കൽ ഓഫീസർ ആൻഡ് ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഫോർ ഇൻട്രാപാർട്ടം കെയർ. അപ്പോൾ ഒരു MBBS ഗ്രാജുവേറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻട്രാപാർട്ടം കെയറും കൂടെ നന്നായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി മെഡിക്കൽ ഓഫീസറിനും ANMനും സർക്കാർ നൽകുന്ന ട്രെയിനിങ് ആണ് ദക്ഷത. അപ്പം അമ്മയുമായിട്ടുള്ള ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ പഠിച്ചു? നിശ്ചയ്, JSY, JSSK, PMSMA, പിന്നെ സുമൻ. അപ്പം ഇത്രയും പദ്ധതികളാണ് അമ്മയ്ക്കുള്ളത്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഉള്ള പദ്ധതികൾ, ചൈൽഡ് കെയർ. ഇപ്പം കുഞ്ഞു വന്നു, ഇനിയും ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ, HBNC, ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ. ഈ ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയറിൽ മെയിനായിട്ടും ആശ, ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മയെ ആശ വർക്കേഴ്സ് വന്ന് വിസിറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതാണ് പോസ്റ്റ് നേറ്റൽ വിസിറ്റ് ബൈ ആശാ വർക്കറാണ് ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ. എന്തിനാണ്? കുഞ്ഞിന് എന്തെങ്കിലും ഡേഞ്ചർ സൈൻസ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. എത്ര വിസിറ്റ് നടത്തും? മെയിനായിട്ട് ഇപ്പോൾ അമ്മമാരൊക്കെ ഹോസ്പിറ്റൽ ഡെലിവറി ആണല്ലോ. അപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറി ആണെങ്കിൽ നമ്മൾ നോർമൽ വജൈനൽ ഡെലിവറി ആണ് 6 വിസിറ്റും, സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 5 വിസിറ്റ്സുമാണ് ആശാ വർക്കർ നടത്തുക. ഹോം ഡെലിവറി ആണെങ്കിൽ നമ്മൾ 7 വിസിറ്റ്സ് കൊടുക്കണം, അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ 7 വിസിറ്റ്സ് കൊടുക്കണം. ഹോം ഡെലിവറി ആണെങ്കിൽ 7 വിസിറ്റ്സ് കൊടുക്കണം. ഹോസ്പിറ്റൽ ഡെലിവറി ആണെങ്കിൽ, നോർമൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ 6 വിസിറ്റും, സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 5 വിസിറ്റ്സും കൊടുക്കണം. ഇതും കേരള PSL ചോദിച്ചിട്ടുള്ളതാണ്. ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ, പോസ്റ്റ് നേറ്റൽ വിസിറ്റ് ബൈ ആശ വിച്ച് ഡിറ്റക്ട് ദ ഡേഞ്ചർ സൈൻ, എത്ര വിസിറ്റ് കൊടുക്കും? ഹോം ഡെലിവറി ആണ് 7 വിസിറ്റും, ഹോസ്പിറ്റൽ ഡെലിവറി ആണെങ്കിൽ വജൈനൽ ഡെലിവറി ആണെങ്കിൽ 6 വിസിറ്റും, സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ 5 വിസിറ്റും. ഇതൊക്കെ വലിയ വലിയ ലൈൻസ് ആയിട്ട് എഴുതിയാണ് ചോദിക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആശയ്ക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്. ആശയ്ക്ക് 250 റുപ്പീസ് പെർ ചൈൽഡ് കിട്ടും. ഇനി ഹോം ബേസ്ഡ് കെയർ ഓഫ് യങ് ചൈൽഡ്. ഓക്കെ, യങ് ചൈൽഡിൻ്റെ കെയർ ആണ് ഹോം ബേസ്ഡ് കെയർ ഓഫ് യങ് ചൈൽഡ്. അതിന് നമ്മൾ 5 വിസിറ്റ് ആണ് കൊടുക്കുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 3 മാസം, 6 മാസം, 9 മാസം, 12 മാസം, 15 മാസം. ഇപ്പോൾ ഇത്രയും ഇത് കൊടുക്കുന്നതാണ് ഹോം ബേസ്ഡ് കെയർ ഓഫ് യങ് ചൈൽഡ്. അത് വേണം ഇഗ്നോർ ചെയ്യാം, പക്ഷേ ഹോം ബേസ്ഡ് കെയർ ഓഫ് ന്യൂ ബോൺ ചൈൽഡ് മറക്കരുത്. ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ മറക്കരുത്. HBNC, ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ. ഈ പേര് തന്നെ ചോദിച്ചിട്ടുമുണ്ട്, ഹോം ബേസ്ഡ് ന്യൂ ബോൺ കെയർ.
HBNC. ഇനി ഫെസിലിറ്റി ബേസ്ഡ് ന്യൂ ബോൺ കെയർ എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി നടത്തുമ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണെങ്കിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും ലേബർ റൂംസ് ആണെങ്കിലും അവർക്കൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് വേണം. അതാണ് ഫെസിലിറ്റി ബേസ്ഡ് ന്യൂ ബോൺ കെയർ എന്ന് പറയുന്നത്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റ്. അപ്പോൾ സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റ് എവിടെയാണുള്ളത്? ഡിസ്ട്രിക്ട് ഹെൽത്ത് ഹോസ്പിറ്റലിലാണുള്ളത്, SNCU. ഇനി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ന്യൂ ബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ്. അപ്പോൾ ന്യൂ ബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് എവിടെയാണുള്ളത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ. ലേബർ റൂംസിലുള്ളതിൻ്റെ പേരെന്താ? ന്യൂ ബോൺ കെയർ യൂണിറ്റ്സ്. ന്യൂ ബോൺ കെയർ യൂണിറ്റ്സ്. അപ്പോൾ ന്യൂ ബോൺ കെയർ യൂണിറ്റ്സ് ഉള്ളത് ലേബർ റൂമിലും ന്യൂ ബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉള്ളത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലും സ്പെഷ്യൽ ന്യൂ ബോൺ കെയർ യൂണിറ്റ് ഉള്ളത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമാണ്. ഇനി നവജാത ശിശു സുരക്ഷ കാര്യക്രമം. ഇത് ന്യൂനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. മെഡിക്കൽ ഓഫീസേഴ്സിനും ANMനും ട്രെയിനിങ് കൊടുക്കുക. ന്യൂ ബോൺ കെയറും റെസിസ്റ്റേഷനെയും കുറിച്ച് മെഡിക്കൽ ഓഫീസറിനും ANMനും ട്രെയിനിങ് കൊടുക്കുക. ഇൻഫെക്ഷൻസും ഹൈപ്പോതൈറോയിഡിസവും ബർത്ത് ആസ്ഫിക്സിയും പ്രിവെൻറ്റ് ചെയ്യുക. ഇതാണ് നവജാത ശിശു സുരക്ഷ കാര്യക്രമം. അപ്പോൾ ഈ നവജാത ശിശു സുരക്ഷ കാര്യക്രമത്തിൽ ന്യൂനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, മെഡിക്കൽ ഓഫീസേഴ്സിനും ANMനും ട്രെയിനിങ് കൊടുക്കുക, ഇൻഫെക്ഷൻസും ഹൈപ്പോതൈറോയിഡ്സും ബർത്ത് ആസ്ഫിക്സിയും ഒക്കെ തടയുക. അതാണ് നവജാത ശിശു സുരക്ഷ കാര്യക്രമം. ഇനി RBSK, രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമം. അപ്പോൾ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമത്തിൽ 2 ഹെഡിങ്സ് ആണുള്ളത്, സ്ക്രീനിങ് ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. അപ്പോൾ രാഷ്ട്രീയ ബാൽ സ്വസ്ഥ്യ കാര്യക്രമം RBSKയിലാണ് നമ്മൾ സ്ക്രീനിങ്ങും ഏർലി ഇൻ്റർവെൻഷനും. നമ്മൾ 4 Dക്ക് വേണ്ടിയാണ് സ്ക്രീൻ ചെയ്യുന്നത്. ചൈൽഡ് ഈസ് സ്ക്രീൻഡ് ഫോർ 4 Ds. എന്തൊക്കെയാണ് 4 Ds? ഡിഫക്റ്റ് such as neural tube defect, deficiency such as vitamin A deficiency, vitamin D deficiency, anemia, goiter, severe acute malnutrition. Then diseases, then developmental delays and disabilities. അപ്പോൾ 4 Dsനെതിരായിട്ടാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. ഫോർ ഡിഫക്റ്റ്, ഫോർ ഡെഫിഷ്യൻസി, ഫോർ ഡിസീസസ്, ഫോർ ഡെവലപ്മെൻറ്റൽ ഡിലേ ആൻഡ് ഡിസബിലിറ്റി. ഡിഫക്റ്റ്, deficiency, diseases, developmental delay, disabilities. Previous year question. And early intervention under RBSK program is done at district hospitals. Okay. ഇനി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഏർലി ഇൻ്റർവെൻഷൻസ് കൊടുക്കുന്നത്. 0 to 2 days ആണ്. അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലായിരിക്കും. MOയും ANMും കൂടെ നോക്കണം. 2 days to 6 week ആകുമ്പോഴത്തേക്കിനും അമ്മയും കുഞ്ഞും വീട്ടിലെത്തും. ആശ വന്ന് നോക്കണം. ദെൻ ഹോം ബേസ്ഡ് നിയോനേറ്റൽ കെയർ അനുസരിച്ചിട്ട്. പിന്നെ 6 weeks to 6 years ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെ കീഴിലും 6 years to 18 years ആണെങ്കിൽ സ്കൂളിലുമാണ്. സോ ദെയർ വിൽ ബി മൊബൈൽ ഹെൽത്ത് ടീംസ്. ഈ മൊബൈൽ ഹെൽത്ത് ടീംസിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു 2 മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. അത് മെയിലും ആവാം ഫീമെയിലും ആവാം. ഒരു ANM ഉണ്ടാവും, ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സോ മൊബൈൽ ഹെൽത്ത് യൂണിറ്റ്സിൽ ആരൊക്കെയുണ്ട്? ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഒരു ANM ഉണ്ടാവും, ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവും. സോ മൊബൈൽ ഹെൽത്ത് യൂണിറ്റ്സിൽ ആരൊക്കെയുണ്ട്? ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ട്, ഒരു ANM ഉണ്ട്, ഒരു ഫാർമസിസ്റ്റ് ഉണ്ട്. ഓക്കെ. എത്ര വയസ്സ് തൊട്ടാണ്? 6 years തൊട്ടാണ്. ഓക്കെ, എത്ര വയസ്സ് തൊട്ടാണ് ഉണ്ടാവുന്നത്? 6 weeks to 6 years വരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലും 6 years to 18 years സ്കൂളിലും. ഓക്കെ. അടുത്തത് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. ഓക്കെ. ഇതിനടിയിൽ 6 ഡിസീസസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 6 ഡിസീസസ്? മലേറിയ, കാല അസാർ, ഫിലേറിയാസിസ്, ചിക്കൻഗുനിയ, ഡെങ്കു, ജാപ്പനീസ് എൻകഫലൈറ്റിസ്. അതിൽ മലേറിയയും കാല അസാറും ഫിലേറിയാസിസും എലിമിനേഷൻ ഘട്ടത്തിലാണ്. ബാക്കി എല്ലാ മോസ്കിറ്റോ ആണ് പരത്തുന്നത് എക്സെപ്റ്റ് കാല അസാർ വിച്ച് ഈസ് സ്പ്രെഡ് ബൈ സാൻഡ് ഫ്ലൈ. ഇനി നമുക്ക് മലേറിയനെ കുറിച്ച് പഠിക്കാം. ഈ മലേറിയ മെഡിസിൻ തന്നിട്ടുണ്ടെങ്കിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. മലേറിയയിൽ ഫാൽസിപ്പാറ, മലേറിയ ഫാൽസിപ്പാറ ഉണ്ട്, മലേറിയ പ്ലാസ്മോഡിയം വൈവാക്സും ഉണ്ട്, അറിയാമല്ലോ. അതിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറ മലേറിയയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ACT, ആർട്ടിസിനേറ്റ് തെറാപ്പി ഫോർ 3 days പ്ലസ് പ്രൈമാക്യൂർ ഫോർ 1 day ആണ് ട്രീറ്റ്മെൻറ്റും പഠിച്ചിരിക്കണം. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലാണെങ്കിൽ ആർട്ടിമീതറും ലൂമിഫെൻറ്ററിനും, ബാക്കിയുള്ള സ്റ്റേറ്റിലാണ് ആർട്ടിസുനേറ്റും സൾഫാഡോക്സൈൻ പൈറിമെത്തമീനുമാണ്. ഈ ട്രീറ്റ്മെൻറ്റും കേരള PSCക്ക് ചോദിച്ചതാണ്. പ്ലാസ്മോഡിയം ഫാൽസിപ്പാറത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്
നോർത്ത് ACT ഫോർ 3 days ആൻഡ് പ്രൈമാക്യൂൻ 1 dose ആണ് ട്രീറ്റ്മെൻറ്റ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നമ്മൾ ആർട്ടിമീറ്ററും ലൂമിഫാൻഡ്രിനും കൊടുക്കും. ബാക്കിയുള്ള സ്റ്റേറ്റിൽ നമ്മൾ ആർട്ടിസനേറ്റും സൾഫർ ഡയോക്സിൻ പൈറിമെത്തമീനും പ്ലസ് പ്രൈമാക്യൂൻ 1 dose കൊടുക്കും. സോ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാസ്മോഡിയം ഫാൽസിപാറം മലേറിയ ഇസ് artemisinin combination therapy for 3 days plus primacune 1 dose. സോ ഈ ആർട്ടിമസിനിൻ കോമ്പിനേഷൻ തെറാപ്പിയിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ആർട്ടിമീറ്ററും ലൂമിഫാൻഡ്രിനും ആണ് കൊടുക്കുന്നത്. ബാക്കി സ്റ്റേറ്റുകളിൽ ആർട്ടിസുനേറ്റും സൾഫഡോക്സൈൻ പൈറിമെത്തമീനും ആണ് കൊടുക്കുന്നത്. ഇനി പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലോറോക്യൂൻ ഫോർ 3 days ആൻഡ് പ്രൈമാക്യൂൻ ഫോർ 14 days. എന്തിനാണ് പ്രൈമാക്യൂൻ കൊടുക്കുന്നത്? റിലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പം പ്ലാസ്മോഡിയം വൈവാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്ലോറോക്യൂൻ ഫോർ 3 days ആൻഡ് പ്രൈമാക്യൂൻ ഫോർ 14 days. മിക്സഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആർട്ടിമസിനിൻ കോമ്പിനേഷൻ തെറാപ്പി ഫോർ 3 days ആൻഡ് പ്രൈമാക്യൂൻ ഫോർ 14 days. നമ്മൾ മെയിനായിട്ട് ഫാൽസിപാറത്തിൻ്റെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ആർട്ടിമസിനിൻ കോമ്പിനേഷൻ തെറാപ്പി ഫോർ 3 days ആൻഡ് പ്രൈമാക്യൂൻ 1 dose. അതിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ ആർട്ടിമീറ്ററും ലൂമിഫാൻഡ്രിനും കൊടുക്കും. അതർ സ്റ്റേറ്റിൽ ആർട്ടിസുനേറ്റും സൾഫഡോക്സൈൻ പൈറിമെത്തമീനും കൊടുക്കും. ഇനി നമുക്ക് മലേറിയ ഇൻ പ്രഗ്നൻസി. പ്ലാസ്മോഡിയം ഫാൽസിപാറം ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ക്യുനൈനെ കൊടുക്കാൻ പാടുള്ളൂ. സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും ആർട്ടിമസിനിൻ കോമ്പിനേഷൻ തെറാപ്പി കൊടുക്കാം. പ്ലാസ്മോഡിയം വൈവാക്സ് ആണെങ്കിൽ നമുക്ക് ക്ലോറോക്യൂൻ കൊടുക്കാം ഏത് ട്രൈമസ്റ്ററിലും. ഓക്കെ, ബട്ട് ദ ആൻറ്റിമലേറിയൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി ഈസ് പ്രൈമാക്യൂൻ. ഓക്കെ, ഇനി നമ്മൾ മലേറിയ എൻഡമിക് ഏരിയാസിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ കീമോപ്രൊഫൈലാക്സിസ് എടുക്കണം. സോ വാട്ട് ഈസ് ദ കീമോപ്രൊഫൈലാക്സിസ് ഓഫ് മലേറിയ? നമ്മൾ ആ എൻഡമിക് ഏരിയാസിൽ 6 weeks വരെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്സിസൈക്ലിൻ 2 weeks ബിഫോർ ട്രാവലിംഗ് ആൻഡ് 4 weeks ആഫ്റ്റർ ട്രാവലിംഗ് ഡെയിലി എടുക്കണം ഡോക്സിസൈക്ലിൻ. ഇപ്പം നമുക്ക് 6 weeks കൂടുതൽ നമ്മൾ ആ എൻഡമിക് ഏരിയയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഡ്രഗ് ഓഫ് പ്രൊഫൈലാക്സിസ് ഇസ് മെഫ്ലോക്യൂൻ ആൻഡ് അത് വീക്ക്ലി വൺസ് 2 weeks ബിഫോർ ദ ട്രാവൽ ആൻഡ് 4 weeks ആഫ്റ്റർ ദ ട്രാവൽ. ഇപ്പം മെഫ്ലോക്യൂൻ ഇസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ കാർഡിയാക് പേഷ്യൻസ് ആൻഡ് കൺവൾഷൻസ്. അങ്ങനെയുള്ള പേഷ്യൻസിൽ ക്ലോറോക്യൂൻ എടുക്കാം. സോ ചുരുക്കി പറഞ്ഞാൽ കീമോപ്രൊഫൈലാക്സിസ് അപ് ടു 6 weeks ആണെങ്കിൽ ഡോക്സിസൈക്ലിൻ എടുക്കാം. എബവ് 6 weeks ആണെങ്കിൽ മെഫ്ലോക്യൂൻ എടുക്കാം. രണ്ടും 2 weeks ബിഫോർ ദ ട്രാവൽ ആൻഡ് ആഫ്റ്റർ 4 weeks ഓഫ് ട്രാവൽ അത്രയും എടുക്കണം. ഡോക്സിസൈക്ലിൻ ഡെയിലി, മെഫ്ലോക്യൂൻ വീക്ക്ലി വൺസും ആണ്. ഇനി മലേറിയ എലിമിനേഷൻ പ്ലാൻ. മലേറിയ എലിമിനേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2030 all the states to report 0 cases. 0 case in all states by 2030. So malaria elimination plan അതാണ് പറയുന്നത് 2030. By 2030 there should be 0 cases in all states and states are categorized according to annual parasite ഇൻസിഡൻസ്. അപ്പം ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇതും ചോദിച്ചിട്ടുണ്ട്. ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് വെച്ചാണ് നമ്മൾ മലേറിയയിൽ സ്റ്റേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. 2030 ആകുമ്പം എല്ലാ സ്റ്റേറ്റിലും 0 കേസസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതാണ് മലേറിയ എലിമിനേഷൻ പ്ലാൻ. ഇത് വെച്ചിട്ട് നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ കാറ്റഗറി 3യിലും ആലോചിച്ചിരിക്കുക. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കൺട്രോൾ വേണ്ട ഒരു കാറ്റഗറിയാണ് കാറ്റഗറി 3, ഇൻ വിച്ച് ദെയർ ഷുഡ് ബി ആൻ ഇൻറ്റൻസ് കൺട്രോൾ ഫേസ്. അതിൽ AFI should be greater than 1/1000 in every state and every district. ആ സ്റ്റേറ്റിലുള്ള മൊത്തത്തിൽ സ്റ്റേറ്റിൻ്റെ AFI അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിൻ്റെ AFI ഗ്രേറ്റർ ദാൻ 1/1000 ആണെങ്കിൽ they are under category 3 and they need an intense control phase of malaria elimination. Okay, ഇനി എലിമിനേഷൻ ബൈ ഫിലേറിയാസിസ്. ഓക്കെ, ഈ മാപ്പിംഗ് എന്ന് പറയുന്ന വേർഡ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഫിലേറിയാസിസ്. അത് ആലോചിച്ചിരിക്കണം. സോ മാപ്പിംഗ്, ദ വേർഡ് മാപ്പിംഗ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡിസീസ്? ഇറ്റ് ഈസ് ഫിലേറിയാസിസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മാപ്പിംഗ് ഈസ് റിലേറ്റഡ് ടു ഫിലേറിയാസിസ്. എന്താണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? മൈക്രോഫിലേറിയാനെ ഡിറ്റക്ട് ചെയ്യും. സോ ദ പ്രിവലൻസ് ഓഫ് മൈക്രോഫിലേറിയ ഇൻ ആൻ ഏരിയ ഷുഡ് ബി, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1% ആണോ എന്ന് നോക്കും. അതാണ് മാപ്പിംഗ്. പ്രിവലൻസ് ഓഫ് മൈക്രോഫിലേറിയ ഗ്രേറ്റർ ദാൻ 1% ആണോ നോക്കുന്നതിനെയാണ് നമ്മൾ മാപ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഫിലേറിയാസിസ്. അടുത്തത്, ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ
പ്രിവലൻസ് ഓഫ് മൈക്രോഫിലറിയ ഗ്രേറ്റർ ദാൻ 1% ആണെങ്കിൽ ആ എൻഡമിക് ഏരിയയിൽ നമ്മൾ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കും. എന്തൊക്കെ വെച്ചാണ് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുന്നത്? ട്രിപ്പിൾ തെറാപ്പി എന്നാണ് പറയുന്നത്. 3 ഡ്രഗ് ഉണ്ട്. ട്രിപ്പിൾ ഡ്രഗ് തെറാപ്പി എന്നാണ് പറയുന്നത്. IDA എന്നാലോചിക്കുക. ഐവർമെക്റ്റിൻ, DEC, ആൽബൻഡസോൾ. ഐവർമെക്റ്റിൻ, DEC, ആൽബൻഡസോൾ ബൈ ആനുവലി ആണ് കൊടുക്കുന്നത്. ദാറ്റ് ടു ഫോർ 5 years. നമ്മൾ ആ ട്രിപ്പിൾ ഡ്രഗ് റെജിമൻ ആ ഏരിയാസിൽ ആനുവലി നമ്മൾ 5 years ഐവർമെക്റ്റിനും DECയും ആൽബൻഡസോളും കൊടുക്കും. പിന്നെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് ട്രാൻസ്മിഷൻ അസസ്മെൻറ്റ് സർവേ. ഇങ്ങനെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസ്മിഷൻ അസസ് ചെയ്യണം. സോ നമ്മൾ അതിന് ട്രാൻസ്മിഷൻ അസസ്മെൻറ്റ് സർവേ നോക്കും. ആ ഇൻഫെക്ഷൻ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് ട്രാൻസ്മിഷൻ അസസ്മെൻറ്റ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, സോ മാപ്പിംഗ് എന്ന് പറയുന്ന വേർഡ് ഈസ് റിലേറ്റഡ് ടു ഫിലേറിയാസിസ് ഇൻ വിച്ച് ദ പ്രിവലൻസ് ഓഫ് മൈക്രോഫിലേറിയ ഈസ് ഗ്രേറ്റർ ദാൻ 1% ആൻഡ് MMT എന്ന് ആലോചിക്കുക. മേക്ക് മൈ ട്രിപ്പ് എന്ന് ആലോചിക്കുക. ഫിലേറിയാസിസിന് 3 സ്റ്റെപ്പ് മേക്ക് മൈ ട്രിപ്പ് എന്ന് വെച്ചാൽ M എന്ന് പറഞ്ഞാൽ മാപ്പിംഗ്, രണ്ടാമത്തെ M മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, മൂന്നാമത്തത് ട്രാൻസ്മിഷൻ അസസ്മെൻറ്റ് സർവേ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാപ്പിംഗ് for filariasis in which we will look for whether the prevalence of microfilaria is greater than 1%. അങ്ങനെ greater than 1% ആണ് നമ്മൾ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കും. ബൈ ആനുവലി ആണ് കൊടുക്കുന്നത്. ഒരു വർഷം 2 നേരമാണ് കൊടുക്കുന്നത്. ബൈ ആനുവലി ഫെബ്രുവരി ആൻഡ് ഓഗസ്റ്റ്. ട്രിപ്പിൾ ഡ്രഗ് വെച്ചാണ് കൊടുക്കുന്നത്. ഐവർമെക്റ്റിൻ, DEC, ആൽബൻഡസോൾ 5 വർഷത്തേക്കിന് കൊടുക്കും. അത് കഴിയുമ്പം നമ്മൾ ട്രാൻസ്മിഷൻ അസസ്മെൻറ്റ് സർവേ നടത്തും. അപ്പം അവിടെ ആ ഡിസീസിൻ്റെ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് ഫിലേറിയാസിസ്. ഇനി കാല അസാർ. കാല അസാർ പ്രിവലന്റ് ഏരിയാസ് ആർ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്. The patient will present with fever, anemia, hepatosplenomegaly refractory to any treatment. Then നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് RK39 ആൻറ്റിജൻ വെച്ചിട്ടാണ്. അപ്പം ഈ RK39 ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ആൻറ്റിജൻ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് IgG ആൻറ്റിബോഡീസ് എഗനിസ്റ്റ് K39 ആൻറ്റിജൻ ഇൻ എമാസ്റ്റിഗോട്ട് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, RK39 ആൻറ്റിജൻ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അത് കാലാസാറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ IgG ആൻറ്റിബോഡീസ് എഗനിസ്റ്റ് K39 ആൻറ്റിജൻ ഫൗണ്ട് ഇൻ എമാസ്റ്റിഗോട്ട്. ഇനിയും ആരാ ലീഷ്മാനിയാസിസ് അല്ലെ കാല അസാർ ഉണ്ടാക്കുന്നത്? ലീഷ്മാനിയ ഡോണോവാനി. ദ ഡ്രഗ് ഓഫ് ചോയ്സസ് ലൈപ്പോസോമൽ ആംഫോടെറിസിൻ B ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കാല അസാർ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ IV. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ ഓറൽ ഡ്രഗ് ഫോർ കാല അസാർ എന്ന് ചോദിച്ചാൽ മാത്രമേ മിൽറ്റിഫോസിൻ എഴുതാവുള്ളൂ. അല്ലെങ്കിൽ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ കാല അസാർ ഈസ് ലൈപ്പോസോമൽ ആംഫോടെറിസിൻ B IV. ദെൻ സ്കിന്നിൽ ഈ കാല അസാർ വഴി നമുക്ക് കുറച്ച് നോഡ്യൂൾസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോസ്റ്റ് കാല അസാർ ഡെർമൽ ലീഷ്മാനിയാസിസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ പോസ്റ്റ് കാല അസാർ ഡെർമൽ ലീഷ്മാനിയാസിസ് ഇസ് മിൽറ്റിഫോസിൻ. ആക്റ്റീവ് കേസ് ഫൈൻഡിങ് കാല അസാറിലും ഉണ്ട്. ഫോർട്ട്നൈറ്റ്ലി ആണ് നമ്മൾ നടത്തുന്നത്. വൺസ് ഇൻ 3 months. ഓക്കെ, 3 മാസം കൂടുമ്പോൾ നമ്മൾ കാല അസാർ ആക്റ്റീവ് കേസ് ഫൈൻഡിങ്ങിന് വേണ്ടി ഇറങ്ങും. സോ കാല അസാർ കേസ് ഫൈൻഡിങ് ഇസ് ഡൺ ഫോർട്ട്നൈറ്റ്ലി, ദാറ്റ് ഈസ് വൺസ് ഇൻ 3 months. ഓക്കെ, ഇനി വെക്ടർ ഏതാണ്? സാൻഡ്ഫ്ലൈ അല്ലെ ഫ്ലിബോട്ടമസ് ആർജന്റിപ്പസ് ആണ് വെക്ടർ ഫോർ കാല അസാർ. കാല അസാർ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള PC ചോദിച്ചിട്ടുണ്ട്. ദ ഇൻസെക്ടിസൈഡ് ഓഫ് ചോയ്സ് ഫോർ കാല അസാർ ഈസ് സിന്തറ്റിക് പൈറത്രോയിഡ്സ്. DDT എന്നൊന്നും എഴുതരുത്. എല്ലാവരും പണ്ട് DDT ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ സിന്തറ്റിക് പൈറത്രോയിഡ്സ് ആണ്. ദ ഇൻസെക്ടിസൈഡ് ഓഫ് ചോയ്സ് ഫോർ കാല അസാർ ഈസ് സിന്തറ്റിക് പൈറത്രോയിഡ്സ്. അതിൻ്റെ പേരാണ് ആൽഫ സൈപ്പർ മെത്രിൻ 5%. സോ ദ ഇൻസെക്ടിസൈഡ് ഓഫ് ചോയ്സ് ഈസ് സിന്തറ്റിക് പൈറത്രോയിഡ്സ്. ഇനി നാക്കോ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് ഈസ് ടു ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ ഇർറെസ്പെക്റ്റീവ് ഓഫ് CD4 കൗണ്ട്. ഒരാൾ HIV ആയിട്ട് വന്നാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ CD4 കൗണ്ട് ഒന്നും നോക്കി ഇപ്പോൾ ഇരിക്കത്തില്ല. ടെസ്റ്റ് ആൻഡ് ട്രീറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പം തന്നെ ടെസ്റ്റ് ചെയ്യുക, ഇപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതാണിപ്പോൾ നാക്കോ ഗൈഡ് ലൈൻസ്. നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാ? TLD ആണ്. ടീനഫോവിൻ, ലാമിവുഡിൻ, ഡോൾട്ട്ഗ്രാവിർ ആണ് ട്രീറ്റ്മെൻറ്റ് ഫോർ HIV. ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
ഇങ്ങനെ ART എടുക്കുന്ന പേഷ്യൻ്റെ ഫോളോ അപ്പ് നമ്മൾ മന്ത്ലി ക്ലിനിക്കൽ എക്സാമിനേഷനും 6 മന്ത്ലി CD4 കൗണ്ട്സും നോക്കണം. എപ്പോഴാണ് CD4 കൗണ്ട് നോക്കേണ്ടത്? എവറി 6 മന്ത്സ് നമ്മൾ CD4 കൗണ്ട് HIV പേഷ്യൻസിൻ്റെ നോക്കണം. ഈ നാക്കോ ഗൈഡ് ലൈൻസിന് താഴെ വരുന്നതാണ് പ്രിവെൻഷൻ ഓഫ് പേരന്റ് ടു ചൈൽഡ് ട്രാൻസ്മിഷൻ ഓഫ് HIV. HIV-യുടെ പകർച്ച അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് അല്ലെങ്കിൽ പേരൻസിൽ നിന്നും കുഞ്ഞിലോട്ട് പകരുന്നത് തടയാൻ വേണ്ടിയുള്ള പ്രോഗ്രാമും നാക്കോയുടെ കീഴിലാണ് വരുന്നത്. സോ നാക്കോയുടെ കീഴിൽ 3 പദ്ധതികൾ വരുന്നു: ട്രീറ്റ്, ടെസ്റ്റ്, ട്രീറ്റ്, PPTCT. അപ്പം എന്താണ് നമ്മൾ ഈ PPTCTയിൽ ചെയ്യുന്നത്? പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു HIV മദർ വന്നാൽ, HIV പോസിറ്റീവ് മദർ വന്നാൽ നമ്മൾ ജസ്റ്റേഷനോ പാരിറ്റിയോ CD കൗണ്ടോ ഒന്നും നോക്കാതെ അപ്പം തന്നെ നമ്മൾ ART സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏത് ARTയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? TLD, ടിനോഫോവിർ, ലാമോഡിൻ, ഡോൾട്ടുഗ്രാവിർ മെഡിസിൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ലൈഫ് ലോങ് അമ്മ TLD അല്ലെങ്കിൽ ART എടുക്കേണ്ടി വരും. ഇനി ന്യൂ ബോണിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ന്യൂ ബോണിന് നമുക്ക് പ്രൊഫിലാക്സിസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പം അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ART എടുത്തുകൊണ്ടിരുന്ന അമ്മയ്ക്കാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ, HIV ബാധിതയായ ഒരു അമ്മയ്ക്കാണ് കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പ്രൊഫൈലാക്സിസ് നെവിറാപ്പിൻ ഫോർ 6 വീക്സ് നമ്മൾ കൊടുക്കും. മാക്സിമം നമുക്ക് 18 മന്ത്സ് വരെ കൊടുക്കാൻ പറ്റും. സോ ദ പ്രൊഫൈലാക്സിസ് ഫോർ HIV for a newborn born to an HIV mother who was taking ART is nevirapine for 6 weeks and can give up to 18 weeks. ശരി. രണ്ടാമത്തെ കേസ്, ഇപ്പം HIV പോസിറ്റീവ് ആയിട്ടുള്ളൊരു അമ്മ കറക്റ്റായിട്ട് ART എടുക്കാത്തൊരു അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ ART 6 ആഴ്ച കുറഞ്ഞ അളവിലാണ് എടുത്തതെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ വൈറൽ ലോഡ് 1000 കോപ്പീസ് പെർ ml കൂടുതലാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പ്രൊഫൈലാക്സിസ് ഡിഫറെൻ്റ് ആണ്. ആ കുഞ്ഞിന് നമ്മൾ അവരെ നമ്മൾ ഹൈ റിസ്ക് ഇൻഫൻ്റ് എന്ന് പറയും. നമ്മൾ ഡുവൽ ഡ്രഗ് പ്രൊഫൈലാക്സിസ് ആണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. NZ ആണ് കൊടുക്കുന്നത്. നെവിറാപ്പിനും സിഡോവുഡിനുമാണ് അങ്ങനത്തെ കുട്ടികളിൽ നമ്മൾ കൊടുക്കുന്നത്. എത്ര നാൾ കൊടുക്കും? എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മയാണെങ്കിൽ ആ കുഞ്ഞിന് നമ്മൾ 12 വീക്സ് കൊടുക്കും. അല്ലെങ്കിൽ കുഞ്ഞ് ഫോർമുല ഫീഡിലാണെങ്കിൽ നമുക്ക് 6 വീക്സ് വരെ കൊടുത്താൽ മതി. ഓക്കെ. അപ്പം പ്രഗ്നൻറ്റ് വുമൺ ആണെങ്കിൽ നമ്മൾ TLD ART സ്റ്റാർട്ട് ചെയ്യും. ART ലൈഫ് ലോങ് കൊടുക്കും. ന്യൂ ബോണിൻ്റെ കേസ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അമ്മ കറക്റ്റായിട്ട് ART എടുത്തൊരു അമ്മയുടെക്കാണ് ആ കുഞ്ഞുണ്ടാവുന്നതെങ്കിൽ നമുക്ക് നെവിറാപ്പിൻ ഒരു 6 വീക്സ് ടു 18 മന്ത്സ് വരെ കൊടുക്കാൻ പറ്റും. അല്ലാതെ ART കൃത്യമായിട്ട് എടുക്കാത്തൊരു അമ്മയാണ്, അല്ലെങ്കിൽ ART ഒരു 6 വീക്സിൽ താഴെ എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അമ്മയുടെ വൈറൽ ലോഡ് 1000 കോപ്പീസ് പെർ ml കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡുവൽ ഡ്രഗ് പ്രൊഫൈലാക്സിസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ നെവിറാപ്പിനും കൊടുക്കും, സിഡോവുഡിനും കൊടുക്കും. അത് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ്ങിലാണ് ആ കുഞ്ഞെങ്കിൽ 12 വീക്സ് കൊടുക്കും. അത് ഫോർമുല ഫീൽഡിലാണെങ്കിൽ ആ പ്രൊഫൈലാക്സിസ് 6 വീക്സ് വരെ കൊടുക്കത്തുള്ളൂ. ഇനിയും നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഡയഗ്നോസ് ചെയ്യുന്ന HIV ഉണ്ടോ ഇല്ലയോ എന്ന്? ടോട്ടൽ ന്യൂക്ലിക് ആസിഡ് PCR, ഇതും ന്യൂവർ ഇന്നോവേഷനാണ്. ഇതും പഠിച്ചിരിക്കണം. പണ്ടായിരുന്നു RNA DNA എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നത്, പക്ഷേ ഇപ്പം നമ്മൾ ടോട്ടൽ ന്യൂക്ലിക് ആസിഡ് PCR വെച്ചാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് കുഞ്ഞിന് HIV ഉണ്ടോ എന്ന്. ടോട്ടൽ ന്യൂക്ലിക് ആസിഡ് PCR. ഇനിയും ഫീഡിങ്. ഇപ്പം നമുക്ക് പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല HIV മദേഴ്സ് എന്ന്. അപ്പം ഇപ്പം ഇത് മാറിയിട്ടുണ്ട്. ഐഡിയലി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ഫീഡിങ് അല്ലെ ഫോർമുല ഫീഡിങ് വേണം കൊടുക്കാൻ. പക്ഷേ ഇന്ത്യ പോലുള്ളൊരു സെറ്റപ്പിൽ ഫോർമുല ഫീഡ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറ്റും, കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല. പക്ഷേ ഇന്ത്യയിൽ മിക്സഡ് ഫീഡിങ് പാടില്ല. കാരണം ഫോർമുല ഫീഡും അമ്മയുടെ ഫീഡും കൂടെ ഒരുമിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ഇത് രണ്ടും കൂടെ ക്രോസ് റിയാക്ട് ചെയ്തിട്ട് ആ കുഞ്ഞിൻ്റെ ഗട്ടിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കി മുറിവുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതുവഴി അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ള HIV വൈറസ് കുഞ്ഞിനും ബാധിക്കാം. അതുകൊണ്ട് നമ്മൾ മിക്സഡ് ഫീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആക്കി വെച്ചിട്ടുള്ളത്. ഐഡിയലി ആർട്ടിഫിഷ്യൽ ഫീഡിംഗ് ആണ് ബെറ്റർ. ഇനി പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. നമ്മളൊരു ഇൻറ്റേൺ ആണ്, നമുക്ക് HIV പേഷ്യൻ്റെ നീഡിൽ പ്രിക്ക് കിട്ടി. നമ്മൾ എന്ത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എടുക്കണം, അല്ലെ എപ്പോൾ എടുക്കണം? സോ HIV പോസിറ്റീവ് പേഷ്യൻ്റെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഐഡിയലി വിത്തിൻ 2 hours നമ്മൾ ART സ്റ്റാർട്ട് ചെയ്യണം. മാക്സിമം വിത്തിൻ 72 hours. അപ്പം ഐഡിയലി വിത്തിൻ 2 hours, ക്യാൻ ബി മാക്സിമം വിത്തിൻ 72 hours കൊണ്ട് നമ്മൾ ART സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഏത് ART ആണ് നമ്മൾ എടുക്കുന്നത്? ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ TLD ആണ് നമ്മൾ എടുക്കുന്നത്. 28 days എടുക്കും ഫോർ 4 weeks. ഓക്കെ, 4 ആഴ്ച
എടുക്കും. ഓക്കെ, TLD ഫോർ 4 വീക്സ്. നമ്മൾ 4 ആഴ്ചത്തേക്കിന് TLD എടുക്കും. പക്ഷേ WHO പ്രിഫർ ചെയ്യുന്നത് TED ആണ്. TED എന്ന് പറഞ്ഞാൽ ഇയിൽ എംട്രിസെറ്റാബിൻ. പക്ഷെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് TLD ഫോർ 4 വീക്സ് എടുക്കലാണ് നമ്മുടെ പ്രൊഫൈലാക്സിസ് ഇവിടെ. ഓക്കെ, ദെൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ HIV പ്രിവലൻസ്, ഇതും കേരള PSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഹൈ പ്രിവലൻസ് സ്റ്റേറ്റ് ഏതാ, മോഡറേറ്റ് പ്രിവലൻസ് സ്റ്റേറ്റ് ഏതാ, ലോ പ്രിവലൻസ് സ്റ്റേറ്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേരള PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 1ൽ ഹൈ പ്രിവലൻസ് സ്റ്റേറ്റ്. ഹൈ പ്രിവലൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമണിൽ ഓർ പ്രിവലൻസ് ഓഫ് ഗ്രേറ്റർ ദാൻ 5% ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ്സ്. ഓക്കെ, അപ്പം ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ഗ്രേറ്റർ ദാൻ 1ഉം 5ഉം ആലോചിക്കുക. ഗ്രേറ്റർ ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമൺ. ഈ ആൻറ്റിനേറ്റൽ വുമൺ ആണ് നമ്മുടെ ജനറൽ പോപ്പുലേഷനെ കാണിക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമൺ ആൻഡ് ഗ്രേറ്റർ ദാൻ 5% ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ് ആണെങ്കിൽ ഹൈ പ്രിവലൻസ് സ്റ്റേറ്റ്. അപ്പോൾ ലോ പ്രിവലൻസ് സ്റ്റേറ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഇനി മോഡറേറ്റ് പ്രിവലൻസ് സ്റ്റേറ്റിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. ലെസ് ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമൺ ആൻഡ് ഗ്രേറ്റർ ദാൻ 5% ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ രണ്ട് പ്രിവലൻസ് സ്റ്റേറ്റിൽ നിന്നാണ്. അപ്പം ഗ്രേറ്റർ ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമൺ ആൻഡ് ഗ്രേറ്റർ ദാൻ 5% ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ്. രണ്ടും ഗ്രേറ്റർ ആണ് ഹൈ പ്രിവലൻസ് സ്റ്റേറ്റ്. പിന്നെ ഒരു ബ്രിഡ്ജിങ് പോപ്പുലേഷൻ ഉണ്ട്. നമ്മുടെ ട്രക്ക് ഡ്രൈവേഴ്സ്, മൈഗ്രൻസ് ഒക്കെ ബ്രിഡ്ജിങ് പോപ്പുലേഷൻ ആണ്. ഇനി മോഡറേറ്റ് പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1% ഇൻ ആൻറ്റിനേറ്റൽ വുമൺ ആൻഡ് ഗ്രേറ്റർ ദാൻ 5% ഇൻ ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഇതും ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. ഗ്രൂപ്പ് 3 എന്ന് പറഞ്ഞാൽ ലോ പ്രിവലൻസ് സ്റ്റേറ്റ്, രണ്ടും ലെസ് ദാൻ എന്ന് ആലോചിക്കാം. ഇനി HIV സ്ട്രാറ്റജിക് പ്ലാൻ. HIV സ്ട്രാറ്റജി പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാം 0-0-0. 0 ഇൻഫെക്ഷൻ, 0 ഡെത്ത്, 0 ഡിസ്ക്രിമിനേഷൻ. ആലോചിക്കുക, ഡിസ്ക്രിമിനേഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ് HIV സ്ട്രാറ്റജിക് പ്ലാൻ. അപ്പം HIV ബാധിച്ചൊരു ഇനി 0 ഇൻഫെക്ഷൻ, 0 ഡെത്ത്, 0 ഡിസ്ക്രിമിനേഷൻ. അതാണ് HIV സ്ട്രാറ്റജിക് പ്ലാൻ. അതിലെന്താ നമ്മൾ പറയുന്നത്? 90-90-0 എന്ന് വെച്ചാൽ 90% കേസസ് ഷുഡ് ബി ഡിറ്റക്റ്റഡ്, 90% കേസസ് ഷുഡ് ബി ട്രീറ്റഡ് ആൻഡ് 90% ഓഫ് ദ പേഷ്യൻസ് ഷുഡ് ഹാവ് വൈറൽ സപ്രഷൻ. 90-90-90 ആണ്. 90-90-90 by 2020. 90-90-90 by 2020. That is 90% of the cases should be detected, 90% of the cases should be treated and 90% of the patients should have viral suppression. Okay, അതാണ് HIV സ്ട്രാറ്റജിക് പ്ലാൻ. ഇനി നമുക്ക് സിൻഡ്രോമിക് മാനേജ്മെന്റ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സുരക്ഷാ ക്ലിനിക്കുകളാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് എല്ലാ ഹോസ്പിറ്റലും ഉണ്ട് സുരക്ഷാ ക്ലിനിക്ക്. ഈ സുരക്ഷാ ക്ലിനിക്കിലാണ് മെയിനായിട്ടും സിൻഡ്രോമിക് മാനേജ്മെന്റ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പണ്ട് നമുക്ക് 7 കിറ്റായിരുന്നു, ഇപ്പം നമുക്ക് 8 കിറ്റുകളുണ്ട്. ഇത് ന്യൂ അപ്ഡേറ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നൗ ദി സിൻഡ്രോമിക് മാനേജ്മെന്റ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ഹാസ് 8 കിറ്റ്സ്. ഓക്കെ, ഇനി 8 കിറ്റുകളുടെ പേരും കളറും ഡ്രഗും അത് ഏത് ഡിസീസിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് കിറ്റ് ഗ്രേ, സെർവിക്കൽ ഡിസ്ചാർജിനാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് അസിത്രോമൈസിനും സെഫിക്സിമും ഉള്ളത്. ഡോസ് വിട്ടേക്ക്, ഡ്രഗ് മാത്രം പഠിക്കുക. കിറ്റ് 2 ഈസ് ഗ്രീൻ കിറ്റ് ഫോർ വജൈനൽ ഡിസ്ചാർജ്, സെക്നിഡസോളും ഫ്ലൂക്കണസോളും ആണ് ഉള്ളത്. കിറ്റ് 3 ഈസ് വൈറ്റ് കിറ്റ് ഫോർ നോൺ ഹെർപ്പറ്റിക് അൾസർ. അതിൽ നമ്മൾ ഇഞ്ചക്ഷൻ ബെൻസാത്തൈൻ പെൻസിലിനും അസിത്രോമൈസിനും കൊടുക്കും. കിറ്റ് 4 ഈസ് ബ്ലൂ, അതും നോൺ ഹെർപ്പറ്റിക് അൾസറിനാണ്. പക്ഷേ നോൺ ഹെർപ്പറ്റിക് അൾസർ അലർജിക് ടു ബെൻസാത്തൈൻ പെൻസിലിൻ ആണെങ്കിലാണ് ബ്ലൂ കിറ്റ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ അസിത്രോമൈസിനാണ് കൊടുക്കുന്നത്. റെഡ് കിറ്റ് ഹെർപ്പറ്റിക് അൾസേഴ്സിനാണ്, അസൈക്ലോവിർ ആണ് കൊടുക്കുന്നത്. യെല്ലോ കിറ്റ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിന് അല്ലെങ്കിൽ ലോവർ അബ്ഡോമിനൽ പെയിനാണ് കൊടുക്കുന്നത്. സെഫിക്സിൻ, ഡോക്സിസൈക്ലിൻ, മെട്രോനിഡസോൾ ആണ് ട്രീറ്റ്മെൻറ്റ്. ബ്ലാക്ക് കിറ്റ് BB എന്ന് ആലോചിക്കുക, ബ്ലാക്ക് ഫോർ ബൂബോ. അതിന് നമ്മൾ അസിത്രോമൈസിനും ഡോക്സിസൈക്ലിനും ആണ് കൊടുക്കുന്നത്. ദെൻ ഫോർ ബ്രൗൺ കിറ്റ്, ഇത് കേരള PSC ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ്, എനോറക്ടൽ ഡിസ്ചാർജിന് കൊടുക്കുന്നുണ്ട്. CD എന്ന് ആലോചിക്കുക, ABCD എന്ന് വെച്ചാൽ ബ്രൗൺ കിറ്റ്, എനോറക്ടൽ ഡിസ്ചാർജ്, സെഫിക്സിം ആൻഡ് ഡോക്സിസൈക്ലിൻ ആണ് ട്രീറ്റ്മെൻറ്റ്. ഇനി ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ പ്ലാൻസ് പറയാം. ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ പറയുന്നത് 25% ഓഫ് റിഡക്ഷൻ ഇൻ മോർട്ടാലിറ്റി ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ക്യാൻസേഴ്സ്,
ഡയബറ്റിസ് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്. ഇത്രയും ഡിസീസിൻ്റെ മോർട്ടാലിറ്റി 25% ആയിട്ട് കുറയ്ക്കുക. ദർ ഷുഡ് ബി എ റിഡക്ഷൻ ഓഫ് 25% ഇൻ മോർട്ടാലിറ്റി ഓഫ് cardiovascular disease, cancers, diabetes and chronic respiratory disease. And decrease 10% use of alcohol. അപ്പോൾ യൂസ് ഓഫ് ആൽക്കഹോൾ 10% ആയിട്ട് കുറയ്ക്കുക. ഇൻസഫിഷ്യൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി 10% ആയിട്ട് കുറയ്ക്കുക. ടൊബാക്കോയുടെ യൂസ് 30% ആയിട്ട് കുറയ്ക്കുക. യൂസ് ഓഫ് സോൾട്ട് ആൻഡ് സോഡിയം ബൈ 30%. ഇത് 4 വരിയായിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? 25% റിഡക്ഷൻ ഇൻ മോർട്ടാലിറ്റി ഡ്യൂ ടു ഡിസീസസ് such as cardiovascular disease, cancers, diabetes and chronic respiratory disease. And use of alcohol should be reduced by 10%. Insufficient physical activity should be reduced by 10%, and use of tobacco should be reduced by 30%, and use of salt or sodium should be reduced by 30%. ഇതാണ് ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഇനിയും എംപവർ സ്ട്രാറ്റജി. ഈ എംപവർ സ്ട്രാറ്റജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടൊബാക്കോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എംപവർ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത്. എംപവർ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും എംപവർ സ്ട്രാറ്റജി ഈസ് യൂസ്ഡ് ഫോർ ടൊബാക്കോ കൺട്രോൾ എന്ന് ആലോചിക്കുക. എം എന്ന് പറഞ്ഞാൽ മോണിറ്റർ ചെയ്യുക, ടൊബാക്കോയുടെ യൂസ് മോണിറ്റർ ചെയ്യും, പുതിയ പുതിയ പോളിസീസ് ലേ ഡൗൺ ചെയ്യുകയും ചെയ്യുക. പി എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ദ പീപ്പിൾ ഫ്രം സ്മോക്ക്, പാസീവ് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഒ എന്ന് പറഞ്ഞാൽ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യാൻ അവർക്ക് നമ്മൾ ഹെൽപ്പ് ഓഫർ ചെയ്യുക. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാർണിംഗ്സ്. ഇ എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ് ബാൻ ഓൺ സച്ച് പ്രോഡക്റ്റ്. ആർ ഫോർ റേസ് ടാക്സ് ഓൺ സച്ച് പ്രോഡക്റ്റ്. അതുപോലെ വാർണിംഗ് നമ്മൾ 75 to 80% നമ്മൾ ആ കവറിൽ വാർണിംഗ് നടത്തണം എന്നാണ്. സോ മോണിറ്റർ ദ ടൊബാക്കോ യൂസ് ആൻഡ് lay down of prevention policies. P is for protect the people from passive smoking or to offer help to people who want to quit smoking. W for warnings in the packet. E for enforce ban on the product, and R to raise the tax. Okay. ഇനി ഹൈപ്പർ ടെൻഷനിൽ ചോദിച്ചത് റൂൾ ഓഫ് ഹാഫ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. 50-50-50 റൂളാണ്. സോ 50% ഓഫ് ദ പീപ്പിൾ ആർ അവെയർ of hypertension, out of which only 50% are treated, out of which 50% only have BP under the control. ഇതാണ് റൂൾ ഓഫ് ഹാഫ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മൊത്തം പോപ്പുലേഷനിൽ 50% ആൾക്കാർ മാത്രമേ ഹൈപ്പർ ടെൻഷനെ കുറിച്ച് അവെയർ ആയിട്ടിരിക്കുന്നുള്ളൂ. ആ അവെയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരിൽ 50% ആൾക്കാർ മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുള്ളൂ. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ 50% ആൾക്കാർക്ക് മാത്രമേ BP കൺട്രോളിൽ നിൽക്കുന്നുള്ളൂ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൂൾ ഓഫ് ഹാഫ്സ് ഹൈപ്പർ ടെൻഷൻ 50% ആർ അവെയർ, ഔട്ട് ഓഫ് വിച്ച് 50% ആർ ട്രീറ്റഡ്, ഔട്ട് ഓഫ് വിച്ച് 50% ആർ ഓഫ് ദ BP ആർ അണ്ടർ ദ കൺട്രോൾ. ഇനി ട്രാക്കിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ നടത്തുന്നത് നമ്മൾ ട്രാക്കിംഗ് ഓഫ് BP-യിലാണ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി റുമാറ്റിക് ഫീവറിൻ്റെ പദ്ധതിയുടെ പേരാണ് ജയ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ്. അതിന് 4 കമ്പോണൻസ് ഉണ്ട്. സോർത്തോട്ടിൻ്റെ എപ്പിഡമോളജി കണ്ടുപിടിക്കുക, establishment of rheumatic fever or rheumatic heart disease registry, then vaccine for streptococcal infection, then advanced study for pathology of rheumatic fever. ഇതാണ് ജയ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കമ്പോണൻറ്റ് മറന്നാലും ജയ് വിഗ്യാൻ മിഷൻ മോഡ് പ്രോജക്റ്റ് is for rheumatic fever. ഇനി ഒബിസിറ്റി. എപ്പോഴാണ് നമ്മൾ ഒബീസ് പറയുന്നത്? BMI of greater than 25 ആണ് ഒബീസും, 23 to 24.99 ആണ് ഓവർ വെയ്റ്റും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. നോർമലും ചോദിച്ചിട്ടുണ്ട്. 18.5 to 22.9 ആണ് നമ്മുടെ നോർമൽ. ഈ വാല്യൂസ്